സീരീസിലെ നാലാമത്തെ പ്രോഗ്രാമാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര കുട്ടികളെ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും ഒരു 150ഓളം കുട്ടികളെ നമ്മൾ ഈ പ്രോഗ്രാമിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന ഭാരവാഹിത്വം നയിക്കുന്ന ഈ പ്രോഗ്രാമിനെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്ത് ഈ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ചുക്കാൻ പിടിച്ച കൃഷ്ണകുമാർ സാറുണ്ട് പ്ലാറ്റ്ഫോമിൽ. അതുകൂടാതെ ഇന്ന് ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ഷൈ സാറുണ്ട്, അതുപോലെ തന്നെ കരിയർ മാസ്റ്റർമാരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സ്, ഈ പ്രോഗ്രാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഒരു ധാരണയോട് കൂടി വേണം നമ്മൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ മിക്കവാറും കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത കുട്ടികൾ തന്നെ ആയിരിക്കണം കൂടുതലും. അതുകൂടാതെ കുറച്ച് ടീച്ചേഴ്സിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം കൂടുതൽ മറ്റ് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി ഈ പ്രോഗ്രാം ഇരിക്കേണ്ടതാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഒരു യാത്രയാണ്, ഒരു നീണ്ട യാത്ര. ആ യാത്രയുടെ ചെറിയൊരു തുടക്കമാണിത്. അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് അത് ആ മാർഗം അല്ലെങ്കിൽ ആ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പണ്ട് ഒരു കഥയാണ്. പണ്ട് ഒരു ചെറുപ്പക്കാരൻ, വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നല്ലൊരു മെച്ചപ്പെട്ട ജോലി, നല്ലൊരു വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ യാത്ര ചെയ്ത് കുറേ യാത്ര ചെയ്ത് രാത്രി ഒരു പുഴയുടെ തീരത്തെത്തി. പക്ഷേ അന്ന് അവൻ ആ യാത്ര മുഴുവിപ്പിക്കാൻ കഴിയില്ല. അവൻ ആ അന്നത്തെ യാത്ര അവിടെ അവസാനിപ്പിച്ചു. അതിൻ്റെ ഒരു തിട്ടിൽ, ഒരു കൽത്തിട്ടിൽ കയറി അവിടെ ഇരുന്നു. നല്ലോണം ഇരുട്ട് വന്നതുകൊണ്ട് അവനൊന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അവൻ കയ്യിലുള്ള ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ച് അവൻ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ഒരു ചാക്ക് ഇട്ട് കിടക്കുന്ന കണ്ടു. അവൻ രസത്തിന് ആ ചാക്കിൽ കൈയിട്ടു. അതിൽ നിന്നൊരു കല്ല് കിട്ടി. അവൻ ആ കല്ലെടുത്ത് ആ പുഴയിലേക്ക് എറിഞ്ഞു. വലിയൊരു ശബ്ദത്തോട് കൂടിയിട്ട് ആ കല്ല് അവിടെ വന്ന് വീണു. അപ്പോൾ അവന് രസകരമായിട്ട് തോന്നി. അവൻ 3-4 കല്ലെടുത്ത് എറിഞ്ഞു. അപ്പോൾ ബ്ലും 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 ഇങ്ങനെ ശബ്ദം വന്നു. പിന്നെ അവനതിനെ താളാത്മകമായിട്ട് എറിഞ്ഞു. പലതരത്തിൽ വീശിയും പൊക്കിയും ഒക്കെ കല്ലുകൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. നേരം വെളുത്തു. കിഴക്ക് സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ അവസാനത്തെ കല്ലിന് വേണ്ടി അവൻ ആ ചാക്കിൽ പരതി. ആ കല്ല് എറിയുന്നതിന് മുൻപ് അവൻ കല്ലെടുത്ത് ഉയർത്തി. കല്ല് എറിയുന്നതിന് മുമ്പ് അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൻ കണ്ടത് അവൻ്റെ കയ്യിലിരുന്ന കല്ലുകൾ എന്ന് അവൻ കരുതി രാത്രി മുഴുവൻ എറിഞ്ഞു കളഞ്ഞത് മുഴുവൻ രത്നങ്ങളായിരുന്നു. എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് ഒരു വലിയ യാത്രയാണ്. ഈ യാത്രയുടെ തുടക്കത്തിൽ നമുക്ക് ഒരുപാട് അവസരങ്ങളായിട്ടുള്ള രത്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവും. ഈ മുമ്പിൽ വരുന്ന രത്നങ്ങളെ, അവസരങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു പ്രായത്തിൽ 10-50 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയിട്ട് നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു അവസരം കൃത്യമായ സമയത്ത് കൃത്യമായ തീരുമാനത്തോടു കൂടി എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് മാർഗദീപം എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നത് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ കരിയർ ഗൈഡൻസ് ബ്യൂറോയുമായി സഹകരിച്ചിട്ടാണ്. അതിൻ്റെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള കൃഷ്ണകുമാർ സാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അതുകൂടാതെ PJ ഷാജു സാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. സാർ കഴിഞ്ഞ 2 ദിവസത്തെ ക്ലാസ്സുകൾ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുകയും ഒരുപാട് കുട്ടികളിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകൾ കിട്ടുകയും ചെയ്തു. ഈ 2 പ്രമുഖ വ്യക്തിത്വങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, കരിയർ മാസ്റ്റർമാർ, അധ്യാപക സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റിയാണ്. ലോകം മുഴുവൻ അവസരങ്ങളുള്ള ഒരുപാട് വ്യത്യസ്തമായ കോഴ്സുകൾ, അതിൻ്റെ അവസരങ്ങളുടെ ഭാണ്ഡം
ഷാജു സാർ ഇന്നിവിടെ തുറന്നിടും. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് നിങ്ങൾ ഇന്ന് പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഈ ക്ലാസ് മുഴുവനായി കേൾക്കുക. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി കൃഷ്ണകുമാർ സാറിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ഷാജു സാറ്, പ്രിയപ്പെട്ട ബിജു സാറ്, കരിയർ മാസ്റ്റർമാര്, കുട്ടികള്, എല്ലാവർക്കും യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ നമസ്കാരം. നമ്മള് മാർഗദീപം പദ്ധതിയുടെ 4ാമത്തെ ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുന്നത് ഞങ്ങളുടെ തന്നെ മുൻ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ആയിട്ടുള്ള ശ്രീ PJ ഷാജു സാറാണ്. ഷാജു സാറ് ധാരാളം ഇത്തരത്തിലുള്ള നിർദ്ദേശ ക്ലാസ്സുകൾ നടത്തി പരിചയമുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ എക്സ്പീരിയൻസ്, ഈ മേഖലയിലുള്ള അറിവ് കൂടുതൽ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഷാജു സാറിന്റെ ക്ലാസ്സാണ്. അപ്പോ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ PJ ഷാജു സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും സ്വാഗതം. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലൂടെ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ നടത്തുന്ന മാർഗദീപം ഈ പ്രോഗ്രാമിന്റെ 4ാമത്തെ ദിവസം. ഇന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സംവദിക്കാൻ തന്നിരിക്കുന്ന വിഷയം പാരാമെഡിക്കൽ കോഴ്സസ് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അതിനു മുമ്പ് കഴിഞ്ഞ 3 ദിവസം നടത്തിയ ക്ലാസിന്റെ ഒരു ഫീഡ്ബാക്ക് ലഭിച്ചതിൽ എന്നെ ഒരു വിദ്യാർത്ഥി വിളിച്ചു ചോദിച്ചു, സാറിങ്ങനെ പല വിധത്തിലുള്ള കോഴ്സുകളൊക്കെ കാണിച്ചു, എനിക്കൊരു സർക്കാർ ജോലി ലഭിക്കണം, അതും കേരളത്തിൽ, സാർ അതിന്റെ വഴികളൊന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എങ്ങനെ ഒരു സർക്കാർ ജോലി ലഭിക്കാം എന്നുള്ള ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു സ്ലൈഡ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. എങ്ങനെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി ലഭിക്കും എന്നുള്ള കാര്യം. ക്ഷമ കാണാൻ പറ്റില്ലേ? ഓക്കെ സാർ, കാണാം. ഓക്കെ, താങ്ക് യു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുക, അതായത് VHSC കഴിഞ്ഞ് മറ്റൊരു കോഴ്സ് തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു കരിയറിലേക്കുള്ള പാലമാണ്. ഒരു ജോലി എന്ന് നമുക്ക് പറയാം, ഒരു ജോലിയിലേക്കുള്ള പാലമാണ്. ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒരു പാലമാണ് കരിയറിലേക്ക് എത്തുന്നതിന് വേണ്ടി. ഒരു 90% വിദ്യാർത്ഥികളും ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുന്നത് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ്, സാറേ ഞാൻ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ജോലി എന്താണ്? പലരുടെയും ഒരു സംശയമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അറിയേണ്ടത് അതിൻ്റെ ജോലി സാധ്യതകളാണ്. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് വിശദമായി അറിഞ്ഞതിന് ശേഷം, അത് അറിയാവുന്ന വ്യക്തികളുമായിട്ടോ അധ്യാപകരുമായിട്ടോ അറിയാവുന്നവരുമായിട്ടോ ഒരു ചർച്ച നടത്തിയിട്ട് വേണം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ. എങ്ങനെ നിങ്ങൾക്ക് ഒരു ജോലി സമ്പാദിക്കാൻ സാധിക്കും? സാധാരണ ഒരു ജോലിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ 6 കാര്യങ്ങളാണ്. ഒന്ന്, സമൂഹത്തിൽ ആദരവ് വേണം. മറ്റൊന്ന്, എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പണം വേണം. മറ്റൊന്ന്, ഒരു പ്രശസ്തി വേണം, സംതൃപ്തി വേണം, സുരക്ഷിതത്വം വേണം, അതുപോലെ തന്നെ സന്തോഷം വേണം. ഈ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ജോലി ലഭിച്ചു, ആ ജോലിയിലെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വിവാഹം ചെയ്തു, കുട്ടികളായി, വീടായി, അങ്ങനെ ഒരു 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സാകുമ്പോഴേക്കും, 50 വേണ്ട, അതിനു മുമ്പ് തന്നെ
നമ്മളെ ആ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടാൽ അവിടെ ഒരു ജോബ് സെക്യൂരിറ്റി ഇല്ല. അതാണ് ഞാൻ സെക്യൂരിറ്റി എന്ന വാക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ 6 കാര്യങ്ങൾ: റെസ്പെക്റ്റീവ് സൊസൈറ്റി, മണി, ഫെയിം, സാറ്റിസ്ഫാക്ഷൻ, സെക്യൂരിറ്റി ആൻഡ് ഹാപ്പിനെസ് ആൻഡ് ജോയ്. അനവധി തൊഴിലവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ VHSC കഴിയാൻ പോവുകയാണ്, 10ാം ക്ലാസ് കഴിഞ്ഞു, അനവധി അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. VHSC കഴിഞ്ഞാലും അനവധി അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. പ്രൈവറ്റ് ജോലികൾ നിങ്ങളെ കാത്തിരിക്കുന്നു. കോർപ്പറേറ്റ് കരിയേഴ്സ്, മൾട്ടിനാഷണൽ കമ്പനികളില്, നമ്മുടെ സംസ്ഥാന സർക്കാരില്, കേന്ദ്ര സർക്കാരിലെ അനവധി അവസരങ്ങളുണ്ട്. ബാങ്ക് ജോലികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്താം, ബിസിനസ് നടത്താം, ട്രേഡ് നടത്താം, സെയിൽസ് നടത്താം, മാനുഫാക്ചറിങ് നടത്താം. ഏറ്റവും അവസാനം ഒരു ദിവസവേതന കൂലിക്കാരൻ വരെ ആകാൻ സാധിക്കും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഏത് ജോലിയിൽ ചെന്ന് പെടണം എന്ന് തീരുമാനിക്കേണ്ടത് അത് നിങ്ങളാണ്. പ്രൈവറ്റ് ജോലികളെ ഒന്ന് നോക്കാം. എന്താണ് പ്രൈവറ്റ് ജോലികൾക്ക് കുഴപ്പം? അവിടെ പാമ്പുകളുണ്ട്, കോണികളുണ്ട്. ഈ പാമ്പുകളിലൂടെ നമ്മളെ അവർ താഴേക്ക് ഇറക്കും, കോണികളിലൂടെ നമുക്ക് കയറിപ്പോകാം, പാമ്പുകളിലൂടെ താഴേക്ക് ഇറക്കും. തൊട്ടടുത്ത ഒരു പിങ്ക് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ 1 മാസം ജോലി ചെയ്തു, അതിന്റെ ശമ്പളം തന്നു, അതിനോടൊപ്പം തന്നെ ഈ പിങ്ക് സ്ലിപ്പും കൂടി പൂരിപ്പിച്ചു തരും. ദാറ്റ് ഈസ് നോട്ടീസ് ഓഫ് ടെർമിനേഷൻ. പിറ്റേ ദിവസം മുതൽ ജോലിയില്ല. ഇത് വീണ്ടും എങ്ങനെ ഒരു സർക്കാർ ജോലി? ഇതാണ് ഒരു അനിയൻ ചോദിച്ചൊരു സംശയം. എങ്ങനെ ഒരു സർക്കാർ ജോലിയിൽ നമുക്ക് എത്തിപ്പെടാം? ഗവൺമെന്റ് ജോലികളെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ പാമ്പുകളൊന്നുമില്ല, കോണികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ അവസരങ്ങൾ കുറവാണ്. കേരളത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ, കമ്പനികള്, കോർപ്പറേഷനുകള്, അതുപോലെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലേക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് മാത്രമാണ് ഇന്ന് പറയുന്നത്. മറ്റൊരു പ്ലാറ്റ്ഫോമിൽ അനവധി മറ്റു അവസരങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പേനയുണ്ടാവും, നോട്ട്ബുക്ക് ഉണ്ടാവും. ഏറ്റവും താഴെ കാണുന്ന www.keralapsc.gov.in എന്ന് കുറിച്ചെടുക്കണം. പറയാനുള്ള കാരണം, ഞാൻ ജോലിയിൽ ഇരുന്നപ്പോൾ ഒരു BSc ഫിസിക്സ് പാസ്സായ ഒരു ഉദ്യോഗാർത്ഥി വന്ന് പേര് രജിസ്റ്റർ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, PSCയുടെ പരീക്ഷയ്ക്ക് എഴുതി തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ, സാറേ എന്താണ് PSC, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നാണ് എന്നോട് തിരിച്ചു ചോദിച്ചത്. അപ്പൊ കേരള PSCയുടെ സൈറ്റ് അഡ്രസ്സിൽ പോയി 1 ടൈം രജിസ്ട്രേഷൻ നടത്തണം. ആ 1 ടൈം രജിസ്ട്രേഷൻ നടത്തി അവസരങ്ങൾ അവര് അറിയിപ്പുകൾ നോട്ടിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അപേക്ഷിക്കണം, പരീക്ഷ എഴുതണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1 ടൈം രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ 18 വയസ്സാകണം. 18 വയസ്സാകണം. അടുത്ത എന്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് 18 വയസ്സ് ആകണം? ജനുവരി 1-ാം തീയതി 18 വയസ്സാകണം. കേട്ടിരിക്കുന്ന ആർക്കും ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. നമ്മൾ ജനിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഫെബ്രുവരി മാസത്തിലായിരിക്കാം, ഏപ്രിൽ മാസത്തിലായിരിക്കാം, മെയ്യിലായിരിക്കാം, ഓഗസ്റ്റിലായിരിക്കാം, സെപ്റ്റംബറിലായിരിക്കാം. ആ കൊല്ലം ജനുവരി 1-ാം തീയതി നമുക്ക് 18 വയസ്സാകില്ല. ഒരു 17, 17.25 അങ്ങനെ നിൽക്കുകയായിരിക്കും. പക്ഷെ അടുത്ത കൊല്ലം ജനുവരി 1-ാം തീയതി നമുക്ക് 18 ആവൂലേ? ആ ജനുവരി 1-ാം തീയതിയാണ് PSCയുടെ ഈ സൈറ്റ് അഡ്രസ്സിൽ കയറി 1 ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ഇനി അത് മറന്നു പോകരുത്, PSCയുടെ സൈറ്റും മറന്നു പോകരുത്. PSCയിലൊക്കെ ഇതുപോലെ ഞാൻ മറ്റു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എല്ലാം റിസർവേഷൻ ഉണ്ട്. അവിടെ ലാസ്റ്റ് ഗ്രേഡ് അല്ലാത്തത്, അങ്ങനെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നത്. ഒന്ന് ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ
അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. പക്ഷേ ഡിഗ്രി പരീക്ഷ പാസ്സാകരുത്. കേട്ടല്ലോ, 7ാം ക്ലാസ് പാസ്സായിരിക്കണം, ഡിഗ്രി പരീക്ഷ പാസ്സാകരുത്. അപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമല്ലോ 18 വയസ്സായി കഴിഞ്ഞാൽ. അപ്പോൾ യാതൊരു സംവരണവും ഇല്ലാത്തവർക്ക് 40% സീറ്റുകളുണ്ട്. EWS കോട്ട ഇന്നലെ ഞാൻ വളരെ എന്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നൊരു കാര്യമാണ്. എന്താണ് EWS കോട്ട? ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള കോട്ട. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഈഴവ മുതല് പട്ടികവർഗം വരെയുള്ള യാതൊരു ജാതിയിലും പെടാത്ത മുന്നോക്ക വിഭാഗത്തിൽ, അതായത് ഓപ്പൺ വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം മുതലാണ് തുടങ്ങിയത്. 10% റിസർവേഷൻ. എന്റെ മറ്റു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഏത് കോഴ്സിൽ ചേർന്നാലും എംപ്ലോയ്മെന്റിലായാലും PSCയിലായാലും ഈ റിസർവേഷൻ ഉണ്ട്. അത് മനസ്സിലാക്കി ഉപയോഗിക്കണം. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് കേരളത്തിൽ കോഴ്സുകൾ പഠിക്കുവാൻ വേണ്ടി ഹാജരാക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾ തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ദെൻ ഈഴവ അവർക്ക് 11% റിസർവേഷൻ, മുസ്ലിമിന് 10, ലാറ്റിൻ കാത്തലിക്സിന് 4, അങ്ങനെ അതിന്റെ റിസർവേഷൻ. അപ്പൊ ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നൈറ്റ് വാച്ചർ, വാച്ച്മാൻ, ക്ലീനർ, ലോറി ക്ലീനർ, ബോട്ട് ക്ലീനർ, വാൻ ക്ലീനർ, ഗേറ്റ് കീപ്പർ, ലസ്കർ, ഗാർഡ്, ട്രാക്ടർ ക്ലീനർ, ആംബുലൻസ് ക്ലീനർ, അങ്ങനെ അനവധി അവസരങ്ങൾ. അതിന് താഴേക്ക് വരുമ്പോൾ ധീവരയ്ക്ക് 2%, ഹിന്ദു നാടാറിന് 1%, അതർ ക്രിസ്ത്യന് 2%, OBCക്ക് 6%. OBC ആരെല്ലാമാണ് OBCയിൽ പെടുന്നത്? എടുത്ത വഴിക്ക് എല്ലാവരും പറയും, ഈഴവ ജാതിയിൽപ്പെടുന്നവനും പറയും ഞാൻ OBCക്കാരനാണെന്ന് പറയും. OBCയിൽ പെടുന്നത് ചവളക്കാരൻ, ഈഴവതി, നോട്ട് ഈഴവ, ഈഴവതി, കണിയാൻ, ഗണക, കളരിക്കുറുപ്പ്, അതുപോലെ തന്നെ കളരി പണിക്കർ, വെളുത്തേടത്ത് നായർ, വിളക്കത്തില നായർ, വാണിയ, ചെട്ടി വിഭാഗത്തിൽപ്പെടുന്നവർ. അതുപോലെ വിഭാഗത്തിൽപ്പെടുന്നവരാണ് OBC വിഭാഗത്തിൽപ്പെടുന്നത്. പലർക്കും തെറ്റിപ്പോണ ഒരു കാര്യമാണ്. ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും ജോലി ലഭിക്കുന്നതൊക്കെ ഇതേ മാർഗത്തിലൂടെയൊക്കെ ആയിരിക്കും. എന്നാൽ പട്ടികവർഗ ജാതിക്ക് 8%, പട്ടികവർഗത്തിന് 2% റിസർവേഷൻ. ദെൻ ലാസ്റ്റ് ഗ്രേഡ് അല്ലാത്തതിന് ഓപ്പൺ വിഭാഗത്തിന് 40, EWS കോട്ടയ്ക്ക് 10, ഈഴവയ്ക്ക് അവിടെ 14 വീണ്ടും കൂടുകയാണ്. അപ്പൊ അങ്ങനെ താഴേക്കുള്ള റിസർവേഷൻ. ഓക്കെ, ഇനി 10ാം ക്ലാസ് പാസ്സായി നിങ്ങൾ. 10ാം ക്ലാസ് പാസ്സായി നിങ്ങൾ ഇപ്പോൾ VHSൽ 2ാം വർഷം പഠിക്കുന്നു. 10ാം ക്ലാസ് പാസ്സായപ്പോൾ തന്നെ നിങ്ങൾ LD ക്ലർക്ക് പരീക്ഷ എഴുതാൻ റെഡിയാണ്. LD ക്ലർക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾ ക്വാളിഫൈ ആണ്. ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, സൂപ്പർവൈസർ, മെഡിക്കൽ ഫോട്ടോഗ്രാഫർ, ലബോറട്ടറി അറ്റൻഡന്റ്, സീമാൻ, ഓഫീസ് അറ്റൻഡന്റ്, ഇതുപോലെ അനവധി അവസരങ്ങൾ PSC നോട്ടിഫൈ ചെയ്യും 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടി. ഇനി നിങ്ങൾ VHSC കഴിയുമ്പോഴോ സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, പഴയ ഫോറസ്റ്റ് ഗാർഡ്, ഓഫീസ് അസിസ്റ്റന്റ്, ഓഫീസ് സൂപ്രണ്ട്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ. ഇനി ലീഗൽ മെട്രോളജിയില് ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ്, പോലീസ് കോൺസ്റ്റബിൾ, ഇതുപോലെയുള്ള അനവധി അവസരങ്ങൾക്കും നിങ്ങൾ ക്വാളിഫൈഡ് ആയി മാറുകയാണ്. ഇത് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കാണിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ അറിയിച്ച വുമൺ സിവിൽ പോലീസ് ഓഫീസർ, പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് സിവിൽ പോലീസ് ഓഫീസർ. ഇതിന് VHSC ഓർ +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത. ശമ്പളം അവിടെ കിടക്കട്ടെ. ഞാൻ ഇത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വന്നത് ഇതിന്റെ പ്രായമാണ്. എത്ര വയസ്സാകുമ്പോൾ ഇതിന് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം? 18 വയസ്സാകുമ്പോൾ. അതിന്റെ അപ്പർ ഏജ് ലിമിറ്റ് 26 വയസ്സ്, 8 വർഷം. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 8 വർഷം എല്ലാ മാസവും എല്ലാ ദിവസവും പരീക്ഷ ഒന്നും ഉണ്ടാവില്ല. ഒരു 2 പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമായിരിക്കും, ഏറ്റവും കൂടുതൽ ഒരു 2 പരീക്ഷ. അപ്പൊ ഞാനിത് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കാരണം
18 വയസ്സായിട്ടൊന്നും PSC പരീക്ഷയ്ക്ക് തയ്യാറെടുത്താൽ പോരാ. ഞാൻ എല്ലാ സ്കൂളുകളിലും പറയുന്ന ഒരു കാര്യമാണ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കണം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് സമയം മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ ഒരു ജോലിയിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഒരു ജോലിയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്രാഫൊക്കെ അങ്ങോട്ട് ഉയർന്നുകൊണ്ടിരിക്കും. ഗ്രാഫ് ഉയരും. ഇനി ഇത്തരത്തിലുള്ള കാക്കി ഉടുപ്പിട്ട ജോലിക്ക് ശ്രമിക്കുന്നവര് 100 മീറ്റർ 17 സെക്കൻഡ് കൊണ്ട് ഓടണം. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, 200 മീറ്റർ ഓട്ടം, ത്രോയിങ് ദി ത്രോ ബോൾ, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കായിക മത്സര പരീക്ഷകളുണ്ട്. ആൺകുട്ടികൾക്കാണെങ്കിൽ 14 സെക്കൻഡ് കൊണ്ട് ഓടണം. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ഇതിലേതിൽ 5 മതി. ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾ നടത്തണം. എങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു സർക്കാർ ജോലിയിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, നമ്മുടെ കൈവശം എത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിലും ശരി, നിങ്ങൾ ഒരു ജോലിയിൽ എത്തിപ്പെടണമെങ്കിൽ 3 കടമ്പകൾ കടക്കണം. ഇക്കാലത്ത് 3 കടമ്പകൾ. ഒന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി, മത്സര പരീക്ഷകൾ. അപ്പോൾ PSC മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. PSC പരീക്ഷ, റെയിൽവേ പരീക്ഷ, ബാങ്ക് പരീക്ഷ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ, ഇങ്ങനെയുള്ള മത്സര പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ തയ്യാറെടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയും. ഈ മത്സര പരീക്ഷകളിൽ നിന്ന് പാസ്സായി വരുന്ന ഉദ്യോഗാർത്ഥികളെ ഇതുപോലെയുള്ള ഗ്രൂപ്പ് ഡിസ്കഷന് ക്ഷണിക്കുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ സംഘ ചർച്ച എന്ന് പറയും, GD എന്ന് പറയും. ഞാൻ ഈ രണ്ടാമത്തെ കടമ്പയും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കടമ്പ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്റർവ്യൂ. ഇങ്ങനെ 3 കടമ്പകൾ കടന്നാൽ മാത്രമേ ഈ കാലത്ത് നമുക്ക് ഒരു ജോലിയിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ചില ജോലികൾക്ക് 1 കടമ്പ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ 1 കടമ്പ മാത്രം കടന്നു വന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. 1 കടമ്പ മാത്രം. ചില ജോലികൾക്ക് 1ഉം 3ഉം കടമ്പ ഉണ്ടാവും. മത്സര പരീക്ഷ ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും. ചിലതിന് ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതിന് 3 കടമ്പ ഉണ്ടാവും. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരം മത്സര പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കണം. എന്നല്ല പറഞ്ഞൊരു കാര്യമാണ്. ഇതൊരു ഓട്ട മത്സരത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അയ്യോ, നിങ്ങളോടല്ല, മറ്റേ വേറൊരു സ്കൂളിലോട്. ഇതൊരു ഓട്ട മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇവരുടെ ലക്ഷ്യം എവിടെയായിരിക്കും? എല്ലാവർക്കും അറിയാം, ഫിനിഷിംഗ് പോയിന്റ് ആയിരിക്കും, അല്ലേ? ഫിനിഷിംഗ് പോയിന്റ് ആയിരിക്കും. പക്ഷെ ഇദ്ദേഹത്തെ നമ്മൾ എല്ലാവരും അറിയാം, ഉസൈൻ ബോൾട്ട്. ജമൈക്കയിലെ ഒരു ഓട്ടക്കാരനാണ് ഉസൈൻ ബോൾട്ട്. ഇദ്ദേഹം എവിടെയാണ് ലക്ഷ്യമിടുന്നത്? ഈ ഫിനിഷിംഗ് പോയിന്റ് ആയിരിക്കില്ല. ഇദ്ദേഹം ലക്ഷ്യമിടുന്നത് വിക്ടറി സ്റ്റാൻഡാണ്. ആ വിക്ടറി സ്റ്റാൻഡിൽ ആ 1ാമത്തെ പ്ലേസ് ആണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നത്. ഇവിടെ ഞാനൊന്ന് താരതമ്യപ്പെടുത്തുകയാണ് നോർത്ത് ഇന്ത്യൻസിനെയും മലയാളികളെയും. ഞാൻ ആരെ കുറ്റം പറയുകയല്ല. ഈ നോർത്ത് ഇന്ത്യൻസ് എങ്ങനെയാണെന്നറിയാമോ? അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിവിൽ സർവീസ് പരീക്ഷകളും UPSC പരീക്ഷകളും സ്റ്റാഫ് സെലക്ഷൻ പരീക്ഷകളും ഡിഫൻസിലെ പരീക്ഷകളും ബാങ്ക് പരീക്ഷകളും റെയിൽവേ പരീക്ഷകളും പോസ്റ്റൽ സർവീസിലെ പരീക്ഷകളും മറ്റും ലക്ഷ്യം കാണുന്നു. നമ്മൾ മലയാളികളെ തന്നെയാണ്. ഇപ്പൊ VHSC കഴിഞ്ഞു, സാറേ ഇനി ഡിഗ്രിക്ക് എവിടെയൊക്കെ പഠിക്കാം, അതാണ് മനസ്സിൽ. അത് കഴിഞ്ഞിട്ട് PGക്ക് എവിടെ പഠിക്കാം? ഇനി PG കഴിഞ്ഞിട്ട് പലരും ചോദിക്കുകയാണ്, സാറേ MBAക്ക് പോകണം, അത് കഴിഞ്ഞിട്ട് B.Edന് പോകണം, ഇതൊന്നും പറ്റിയില്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം. ഇതാണ് നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ ജോലിയിൽ കാണുന്നു. അദ്ദേഹത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കും, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ ഡയറക്ടറായിരുന്നു. നമ്മുടെ വയനാട് കളക്ടറൊക്കെ ആയിരുന്നു. കേശവേന്ദ്രകുമാർ IAS. അദ്ദേഹം +2 നിങ്ങളെപ്പോലെ VHSC കഴിഞ്ഞു. VHSC കഴിഞ്ഞപ്പോൾ തന്നെ റെയിൽവേയിലെ ഒരു ബുക്കിംഗ് ക്ലർക്കായി ജോലിയിൽ ചേർന്നു. ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം BA ഹിന്ദി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, BA ഹിന്ദി പാസ്സായി. അപ്പോൾ ഡിഗ്രി കയ്യിൽ വന്നു. ആ ഡിഗ്രി കയ്യിൽ വന്നപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതി. 2008 സിവിൽ സർവീസ് പരീക്ഷയില് 22ാമത്തെ വയസ്സിൽ 45ാമത്തെ റാങ്കോടുകൂടി സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി കളക്ടറായി. അപ്പോൾ എങ്ങനെയെങ്കിലും അകത്ത് കയറാൻ നോക്കുക. ഇത് കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. എങ്ങനെയെങ്കിലും അതിന്റെ അകത്ത് കയറാൻ നമ്മൾ
ശ്രമിക്കുക. അകത്ത് കയറിയാൽ മാത്രമേ നിങ്ങൾക്കറിയാം, ആദ്യം കയറുന്നവനാണ് കൂടുതൽ കൂടുതൽ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പ്രൊമോഷൻ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ ആ പ്രൊമോഷന് ലഭിക്കുന്നതോടുകൂടി പെൻഷൻ ആകുമ്പോൾ പെൻഷൻ കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും. അപ്പോൾ ഒരു ജോലി ലഭിക്കുവാൻ പരിശ്രമിക്കുക. ഇതിൽ കാണുന്ന എല്ലാവരെയും നിങ്ങൾ അറിയും. വൈക്കം വിജയലക്ഷ്മിനെ നിങ്ങൾ അറിയും, അജയകുമാറിനെ നിങ്ങൾ അറിയും, സുധാചന്ദ്രനെ എന്നറിയും. ഇന്നത്തെ പത്രം വായിച്ചിട്ടുള്ളവർക്ക് വിമാനത്തിൽ ഇവർ കയറാൻ വന്നപ്പോൾ ഒരു കാര്യമൊക്കെ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. പത്രം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇവരെല്ലാവരും നിങ്ങൾ അറിയും. ഇറാ സിംഗ് IAS ലഭിച്ച ഒരു അംഗവൈകല്യമുള്ള വനിതയാണ്. അരുണിമ സിംഹ, ജോബി മാത്യു, ഈ കാണിച്ചിട്ടുള്ളവരെല്ലാവരും അവർ ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സണാണ്, വൈകല്യമുള്ളവരാണ്, അംഗവൈകല്യമുള്ളവരാണ്. വൈക്കം വിജയലക്ഷ്മി നമ്മൾക്കറിയാം. ഉണ്ടപ്പുറക്കും അജയകുമാറെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജോബി മാത്യുടെ മുട്ട് വരെയാണ് ഉള്ളൂ, കണ്ട, മുട്ട് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അരുണിമ സിംഹ, ഈ അരുണിമ സിംഹ വോളിബോൾ കോർട്ടിൽ സ്മാഷുകളുടെ ഒരു രാജകുമാരിയായിരുന്നു. സ്മാഷുകളുടെ വോളിബോൾ കോർട്ടിൽ 2011 ഏപ്രിൽ 22 ഈ അരുണിമ സിംഹ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ പോയപ്പോൾ ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന മോഷ്ടാക്കൾ ഈ അരുണിമ സിംഹയുടെ മാലയിൽ പിടുത്തമിട്ടു. അവസാനം ഈ അരുണിമ സിംഹനെ മോഷ്ടാക്കള് ആ ട്രെയിനിൽ നിന്ന് ഉന്തി താഴെയിട്ടു. മറ്റൊരു ട്രാക്കിൽ പോയി വീണു. അടുത്ത ട്രാക്കിലേക്ക് തെറിച്ചു വീണ അരുണിമയുടെ ഇടത് കാലിലൂടെ മറ്റൊരു ട്രെയിൻ കയറി ഇറങ്ങി. അപ്പൊ ആ ആശുപത്രിയിലെ ആ ദുരിത കിടക്കയിൽ കിടന്നപ്പോൾ പോലും ഈ അരുണിമ സിംഹയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എവറസ്റ്റ് കൊടുമുടി കീഴടക്കണമെന്നുള്ള ഒരു ലക്ഷ്യം. 2013 മെയ് 21 എവറസ്റ്റിന്റെ നെറുകയിലെത്തിയ വനിതയാണ്, ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അംഗവൈകല്യമുള്ള വനിതയാണ് അരുണിമ സിംഹ. ഇവരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഫിസിക്കൽ ഡിസബിലിറ്റി ഈസ് നോട്ട് എ ഡിസബിലിറ്റി, ബട്ട് മെന്റൽ ഡിസബിലിറ്റി ഈസ് എ ഡിസബിലിറ്റി എന്നാണ്. അതായത് അംഗവൈകല്യം ഒരു തടസ്സമേ അല്ല, പക്ഷേ നമ്മുടെ മനസ്സിലുണ്ട് ചില വൈകല്യങ്ങൾ. ആ വൈകല്യമാണ് നമ്മളെ ഒരു ലക്ഷ്യം കാണുവാൻ അവിടെ നമ്മളെ ഒരു ഫുൾ സ്റ്റോപ്പ് എടുത്ത് നിർത്തിയിരിക്കുന്നത്. ഇവർക്ക് വേണമെങ്കിൽ, ഈ കാണുന്നവർക്കെല്ലാം വേണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ വിധിയെ ശപിച്ച് വീടിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടായിരുന്നു. പക്ഷെ അതിനൊന്നും അവർ മുതിരാതെ ഉന്നതമായ ഒരു ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയായിരുന്നു അവർ ചെയ്തത്. നമ്മളെല്ലാവരും എത്ര ഭേദപ്പെട്ട സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് നല്ല അധ്യാപകരുണ്ട്. ഏതെങ്കിലും സ്കൂളിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടോ? ഇതെല്ലാം VHSC ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞ് നടത്തുന്ന ഒരു വെബിനാർ ഈ കൊല്ലം വളരെ നേരത്തെ നടത്തുകയാണ്. നല്ല അധ്യാപകരുണ്ട്. യാതൊരു കുഴപ്പവുമില്ലാത്ത ശരീരവും ബുദ്ധിയും നിങ്ങൾക്കുണ്ട്. ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു തലച്ചോറുമുണ്ട്. ദൈവം തന്നതുപോലെ തിരികെ കൊടുക്കാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ ജീവിതത്തിൽ ഉയരുന്നില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ അധ്യാപകർക്കല്ല, സർക്കാരിനല്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്കല്ല, അത് നിങ്ങൾക്ക് മാത്രമാണ്. മറ്റൊരു കാര്യം, സമയം. നിങ്ങൾ ജനിക്കുന്ന നിമിഷം മുതൽ പൂർണ്ണമായും നിങ്ങൾക്ക് സ്വന്തമായുള്ളത് സമയം മാത്രമാണ്. ലോകത്തിൽ വിലയ്ക്ക് വാങ്ങാൻ ഒക്കാത്ത ഏക വസ്തുവും സമയം മാത്രമാണ്. നിങ്ങളുടെ യഥാർത്ഥ സ്വത്താണത്. ഒരു ദിവസം 86,400 സെക്കൻഡ്. അത് 24 മണിക്കൂറാണ് ഒരു ദിവസത്തിൽ. ഒരു മണിക്കൂർ 60 മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ 60 സെക്കൻഡാണ്. ആ 86,400 സെക്കൻഡുകൾ വളരെ പ്രധാനമായിട്ട് അളന്നു കുറിച്ച് ഒരു പ്ലാനിങ്ങിലൂടെ ഇനിയുള്ള 5 മാസം നിങ്ങൾ നീങ്ങിയില്ലെങ്കിൽ, ഞാൻ കഴിഞ്ഞ എൻ്റെ 2 ക്ലാസ്സിലും പറഞ്ഞതുപോലെ, ഒരു ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മറ്റൊന്ന്, ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ ഒരു വാക്കുണ്ട്. When you want something, all the universe conspires in helping you to achieve it. നിങ്ങൾക്ക് ശക്തവും തീക്ഷ്ണവും പൂർണ്ണവുമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടിത്തരുന്നതിന് പ്രപഞ്ച ശക്തികൾ മുഴുവനും നിങ്ങളെ പിന്തുണച്ച് സഹായിക്കുമെന്ന് പൗലോ കൊയ്ലോ അദ്ദേഹത്തിന്റെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകം കൂടി
നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന വിഷയം പാരാമെഡിക്കൽ കോഴ്സസുകളെ കുറിച്ച് നിങ്ങളോട് അല്പനേരം സംവദിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. പാരാമെഡിക്കൽ കോഴ്സസ് ഞാൻ എൻ്റെ മറ്റു ക്ലാസ്സുകളിൽ പരിചയപ്പെടുത്തി. ഒരു ദേശീയ എൻട്രൻസ് പരീക്ഷയെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. നീറ്റ് എന്ന പരീക്ഷ, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, നീറ്റ്. എൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരിക്കാത്തവര് ഇതിന്റെ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കണം. www.ntaneet.nic.in. ഈ പരീക്ഷ നടത്തുന്നത് എന്തിനെന്ന് വെച്ചാൽ MBBS-ലേക്കുള്ള പ്രവേശനം, അതുപോലെ BDS-ലേക്കുള്ള പ്രവേശനം, ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ, അതുപോലെ തന്നെ വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി. ഇനി പരീക്ഷ എഴുതിയാൽ മാത്രമേ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ MBBS പഠിക്കണമെങ്കിൽ ഈ പരീക്ഷ വേണം. ചില ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളുടെ റിസർച്ച് പ്രോഗ്രാം, അതിന് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് BSc നഴ്സിംഗ് എന്ന്. അപ്പൊ അതാണ് എൻ്റെ വിഷയം. അപ്പൊ ഈ പരീക്ഷയുടെ റാങ്ക് അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങൾ നേഴ്സിംഗ് കോഴ്സിലേക്ക്, BSc നഴ്സിംഗ് ഹോണേഴ്സ് ഒക്കെ ആയിരിക്കും, അതുപോലെയുള്ള കോഴ്സിലേക്ക് പ്രവേശനം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ഈ നീറ്റ് പരീക്ഷ എഴുതണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. അവരെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി. അതിന്റെ കൂടെ മാത്സ് അല്ലെങ്കിൽ വേറൊരു എലക്റ്റീവ് സബ്ജക്റ്റ്. അപ്പൊ ഇത് കണ്ടിട്ട് ഇനി മാത്സ് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരുന്നാൽ മതി, ആദ്യത്തെ 3 എണ്ണം. അത് പഠിക്കുക മാത്രമല്ല, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിക്കും 50% മാർക്ക് വേണം. അത് OBC വിഭാഗമാണെങ്കിൽ 40 മതി, SC ആണെങ്കിൽ 40 മതി, ST ആണെങ്കിൽ 40 മതി. അങ്ങനെ ചില റിലാക്സേഷൻ ഒക്കെ. അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 50% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നീറ്റ് എന്ന പരീക്ഷ എഴുതാം. നീറ്റ് എന്ന പരീക്ഷ എന്തിനു നടത്തുന്നു എന്നുള്ളത് കഴിഞ്ഞ സ്ലൈഡിൽ നിന്ന് മനസ്സിലായി. ഇനി ഈ നീറ്റ് എന്ന പരീക്ഷയിലൂടെ BSc നഴ്സിംഗ് അഡ്മിഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അത് പ്രത്യേകമായിട്ട് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോസ്പെക്ടസ് ഇറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് പാസ്സായിരിക്കണം ഓരോന്നും. 45% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം 50% മാർക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷെ നേഴ്സിംഗിന് വേണ്ടി അവർ പറഞ്ഞിരിക്കുന്നത് 45% മാർക്കാണ്. 5% മാർക്കിൽ റിലാക്സേഷൻ ഉണ്ട്. പട്ടികജാതി പട്ടികവർഗക്കാർക്കും OBC-ക്കാർക്കും റിലാക്സേഷൻ ഉണ്ട് എന്ന് അവര് പറഞ്ഞു. ദെൻ ഈ നീറ്റ് അടിസ്ഥാനമാക്കി BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഒന്ന് ജിപ്മർ എന്ന് പറയും. ജിപ്മർ അവരുടെ BSc നഴ്സിംഗ് ആൻഡ് BSc അലൈഡ് ഹെൽത്ത് സയൻസിലേക്ക് അഡ്മിഷൻ കൊടുക്കും. അപ്പൊ BSc നഴ്സിംഗ് മാത്രമല്ല, ജിപ്മർ എന്ന സ്ഥാപനം, ജിപ്മർ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഇത് പുതുശ്ശേരിയിലാണ്. ഈ സ്ഥാപനത്തിലെ അലൈഡ് കോഴ്സസ്, അപ്പൊ ഇവർ കൊടുക്കുന്ന കോഴ്സുകളാണ് BSc നഴ്സിംഗ് പഠിക്കാം, 3 വർഷക്കാലം അനസ്തേഷ്യ ടെക്നോളജി പഠിക്കാം, കാർഡിയക് ലബോറട്ടറി ടെക്നോളജി പഠിക്കാം, ഡയാലിസിസ് ടെക്നോളജി പഠിക്കാം, MLT ബ്ലഡ് ബാങ്കിങ് ടെക്നോളജി, മെഡിക്കൽ ടെക്നോളജി, റേഡിയോ ഡയഗ്നോസിസ് പഠിക്കാം, ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി പഠിക്കാം, പെർഫ്യൂഷൻ ടെക്നോളജി പഠിക്കാം, റേഡിയോ തെറാപ്പി ടെക്നോളജി പഠിക്കാം, ന്യൂറോ ടെക്നോളജി പഠിക്കാം, റേഡിയോ തെറാപ്പി ടെക്നോളജി പഠിക്കാം. ഞാൻ അവരുടെ ഫീസ് അവിടെ എഴുതിയിട്ടുണ്ട്. അവരുടെ അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും 2500 രൂപയാണ്. ഒരു വർഷത്തെ ഫീസ് 1200 രൂപയാണ്. അപ്പൊ ദേശീയ നിലവാരമുള്ള ഈ സ്ഥാപനത്തിൽ വളരെ ഫീസ് കുറച്ച് ഒരു വർഷം 1200 രൂപ മുടക്കി നമുക്ക് ഞാൻ ഈ കാണിച്ചിട്ടുള്ള
നേഴ്സിംഗ് കോഴ്സുകൾ ഉൾപ്പെടെയുള്ള ബാച്ചിലർ ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സുകൾക്ക് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ എഴുതേണ്ട പരീക്ഷയാണ് ഞാൻ പരിചയപ്പെടുത്തത് നീറ്റ് എന്ന പരീക്ഷ. ഞാൻ വീണ്ടും രാജകുമാരി അമൃത് കൗർ കോളേജ് ഓഫ് നഴ്സിംഗ് ന്യൂഡൽഹി അവരുടെ BSc ഹോണേഴ്സ് നഴ്സിംഗ് പ്രോഗ്രാമിന് ഈ വർഷം നീറ്റാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വാരണാസി ഉത്തർപ്രദേശ്, ഭോപ്പാൽ നഴ്സിംഗ് കോളേജ്, അഹില്യബായ് കോളേജ് ഓഫ് നഴ്സിംഗ് ലോക്നായിക് ഹോസ്പിറ്റൽ ന്യൂഡൽഹി, ഫ്ലോറൻസ് നൈറ്റിംഗേൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഡൽഹിയിലുള്ള, അപ്പൊ അവരുടെ ഏതാനും സീറ്റുകൾ, എല്ലാ സീറ്റുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ല, അവിടെയുള്ളവർക്കൊക്കെ മുൻഗണനയൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്ഥാപനങ്ങളിലെ കോഴ്സുകളും ഈ വർഷം നീറ്റിനെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയിട്ടുള്ളത്. അടുത്ത വർഷം ചിലപ്പോൾ കൂടുതൽ കോളേജുകളൊക്കെ ഈ സർക്കിളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. പരീക്ഷ നീറ്റ്. അടുത്തത് ഞാൻ കീമിലേക്ക് വരികയാണ്. കീം എന്ന പരീക്ഷയെ കുറിച്ച് ഇന്നത്തെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണും. പക്ഷെ എന്റെ പാരാമെഡിക്കൽ ചെറിയൊരു വിഷയം അവിടെയുണ്ട്. കീം എന്ന് പറഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ്. കീം നടത്തുന്നത് എഞ്ചിനീയറിംഗ് BTech-ലേക്ക്, ആർക്കിടെക്ചർ BArch എന്ന കോഴ്സിലേക്ക്, then മെഡിക്കൽ കോഴ്സസ് ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ്, then ഫാർമസി B.Pharm. അപ്പൊ എനിക്ക് പറയാനുള്ളത് B.Pharm-നെ കുറിച്ചാണ്. അപ്പൊ കീം എന്ന പരീക്ഷയിലൂടെ അവർ ഈ പരീക്ഷ നടത്തുന്നത് ഓൺലി ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. മറ്റുള്ളതിനെല്ലാം MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ് ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി നീറ്റ് എന്ന പരീക്ഷയാണ്. അപ്പോൾ ഈ ഫാർമസി നമുക്ക് ഈ കീമിലൂടെ പരീക്ഷ എഴുതി പഠിക്കാൻ സാധിക്കും. അപ്പൊ ഈ സൈറ്റ് അഡ്രസ് ആണ് എഴുതിയെടുക്കേണ്ടത്. www.ce.kerala.gov.in ഇതാണ് അതിന്റെ സൈറ്റ് അഡ്രസ്. അപ്പൊ ഫാർമസി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സൈറ്റ് അഡ്രസ്സിൽ കയറി ഇതിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കീമിന് 2 പേപ്പറുകളാണ് ഉള്ളത്. ഒന്ന് പേപ്പർ 1, മറ്റൊന്ന് പേപ്പർ 2. പേപ്പർ 1-ൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഫിസിക്സിൽ നിന്ന് 72 ചോദ്യങ്ങളും കെമിസ്ട്രിയിൽ നിന്ന് 48 ചോദ്യങ്ങളാണ് ഉള്ളത്. മറ്റു യാതൊരു പരീക്ഷ ബയോളജി എഴുതേണ്ട, മാത്തമാറ്റിക്സ് ഒന്നും വേണ്ട. ഈ പേപ്പർ 1 മാത്രം എഴുതിയാൽ മതി. ഏതിന്? B.Pharm പഠിക്കണമെങ്കിൽ. 120 ചോദ്യങ്ങളുണ്ട്, 480. ഒരു ചോദ്യത്തിന് 4 മാർക്ക്, നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ടാവും. ഇനി ആ കാര്യം മനസ്സിലായി കാണും. ഇനി ഇത് തന്നെ നമുക്ക് B.Pharm പഠിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ, എഞ്ചിനീയറിംഗിന്റെ ക്വാളിഫിക്കേഷൻ അല്ല ഇതിന്. ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി. അപ്പൊ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ളവർക്കും ഈ പരീക്ഷ എഴുതാം, ബയോളജി പഠിച്ചിട്ടുള്ളവർക്കും ഈ B.Pharm-ന് നമുക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കും. ഇതാണ് സർക്കാരിൽ B.Pharm പഠിക്കുന്നതിനുള്ള വഴി. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഈ കോഴ്സ് തന്നെ നമുക്ക് പ്രൈവറ്റിൽ പഠിക്കാം. അതായത് സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ, അവിടെ പഠിക്കാം. നമുക്ക് ഫീസ് എല്ലാം കൂടുതലായിരിക്കും. ഇപ്പൊ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കണം. www.kssPCMA.com ഇതാണ് സൈറ്റ് അഡ്രസ്. എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ. അപ്പൊ ഇതിന്റെ അപേക്ഷ ക്ഷണിക്കും. അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഈ സൈറ്റ് അഡ്രസ്സിൽ കയറി നമ്മൾ അപേക്ഷ കൊടുക്കണം. ഇനി അനവധി അവസരങ്ങളുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ തന്നെ സൈറ്റ് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ജോലികൾ നമുക്ക് B.Pharm പഠിക്കുകയാണെങ്കിൽ കിട്ടും. ഡ്രഗ് ഇൻസ്പെക്ടർ ആവാം, അതുപോലെ ഡ്രഗ് കൺട്രോളർ ആവാം, സയന്റിസ്റ്റുകളാവാം ലബോറട്ടറികളിൽ, അതുപോലെ തന്നെ ഷോപ്പ് തുടങ്ങാം. ഇതിന് അനവധി ഹയർ സ്റ്റഡീസ് ഉണ്ട്. M.Pharm പഠിക്കാം, MBA പഠിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ആയിട്ടും അങ്ങനെ അനവധി അവസരങ്ങളുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയും. ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ആ രജിസ്ട്രേഷൻ നൽകുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കണം. www.pci.nic.in ഇവരാണ് ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നൽകുന്നത്. ഓക്കെ, ഇനി അടുത്തത് കേരളത്തിലെ പാരാമെഡിക്കൽ കോഴ്സിലേക്കാണ് ഞാൻ പോകുന്നത്. പാരാമെഡിക്കൽ കോഴ്സസ്
വിത്തൗട്ട് എൻട്രൻസ്. ഈ വർഷം വരെ യാതൊരു എൻട്രൻസ് പരീക്ഷയും ഇല്ലാത്ത ഒരു കോഴ്സാണ് നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സസ്. നിങ്ങളുടെ PHSCയുടെ 2ാം വർഷത്തിന്റെ മാർക്ക് അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. കോഴ്സസ് വിത്തൗട്ട് എൻട്രൻസ് ടെസ്റ്റ്. അപ്പൊ ഇതിന്റെ പ്രവേശന നടപടികളൊക്കെ നടത്തുന്നത് LBS സെന്റർ, ലാൽ ബഹാദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, LBS സെന്റർ ആണ് ഇതിന്റെ പ്രവേശന കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ഇവര് നടത്തുന്ന പാരാമെഡിക്കൽ കോഴ്സസ് തന്നെ ഡിഗ്രി ലെവലിലുള്ള കോഴ്സുകളുണ്ട്, അതായത് 4 വർഷത്തെ കോഴ്സുകളുണ്ട്. ഡിപ്ലോമ ലെവലിലുള്ള കോഴ്സുകളുണ്ട്, അത് 2 വർഷത്തെ കോഴ്സുകളാണ്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്, PG ഡിപ്ലോമ എന്ന് പറയും. അത് നമുക്ക് BSc ഫിസിക്സ്, സുവോളജി, ബോട്ടണി, കെമിസ്ട്രി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ചില പ്രോഗ്രാമുകൾ. അപ്പൊ അതിലെ ഒരു പാരാമെഡിക്കൽ കോഴ്സിനെ ഞാൻ പരിചയപ്പെടുത്തി, ദാറ്റ് ഈസ് BPharm എന്നാണ്. അടുത്ത പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറഞ്ഞാൽ BSc നഴ്സിംഗ്, അതുപോലെ തന്നെ BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ BSc ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഒക്കുപേഷണൽ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി. ഇത്രയും കോഴ്സുകളാണ് ഡിഗ്രി ലെവലിലുള്ള പാരാമെഡിക്കൽ കോഴ്സസ്. ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്ന, ഞാൻ ചുവപ്പ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ കോഴ്സുകളെ നമുക്ക് പാരാമെഡിക്കൽ ഡെവലപ്പിംഗ് കോഴ്സസ് എന്നൊരു തരത്തിൽപ്പെടുത്താൻ സാധിക്കും. പാരാമെഡിക്കൽ ഡെവലപ്പിംഗ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരു ജോലി ഉറപ്പാണ്. ഒരു ആശുപത്രികളെല്ലാം ഈ കോഴ്സിൽ പെടുന്ന ഉദ്യോഗാർത്ഥികളെ വെച്ച്, സ്റ്റാഫിനെ വെച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ഇതിനെ ഡെവലപ്പിംഗ് കോഴ്സസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ കോഴ്സുകൾക്ക് നമുക്ക് അനവധി ഹയർ സ്റ്റഡി ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് BSc നേഴ്സിംഗ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി കളക്ടറായിട്ടൊക്കെ വന്ന കാര്യങ്ങളൊക്കെ പത്രങ്ങളിലൊക്കെ വായിച്ചു. അനവധി കരിയർ ഓപ്ഷൻസ്, ഓപ്പണിങ്സ് BSc കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. ഇപ്പൊ BSc പഠിച്ചു കഴിഞ്ഞാൽ പലരും ചിലപ്പോൾ ഹെൽത്ത് കെയറിലേക്ക് മാറും, മാനേജ്മെന്റ് കോഴ്സസ് പഠിക്കാം, അതുപോലെ MSc പഠിക്കാം, അഡ്മിനിസ്ട്രേറ്റർ ആവാം. അങ്ങനെ പല ഓപ്പണിങ്സ് BSc നേഴ്സിംഗിനുണ്ട്. അതുപോലെ തന്നെ MLTക്കും ഈ BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജിക്കും ഉണ്ട്. ഇത് 4 വർഷത്തെ കോഴ്സാണ്. ഇതിന് അടുത്തത് ഈ നീല കളറിൽ കൊടുത്തിരിക്കുന്നത് BSc ഫിസിയോതെറാപ്പി, BSc ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. ഈ കോഴ്സുകൾ ഇതൊരു പ്രാക്ടീഷനിങ് കരിയേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോഴ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു ക്ലിനിക് ഒക്കെ തുടങ്ങാം. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ തുടങ്ങുകയായിരിക്കും നല്ലത്. ഇനി മറ്റു കോഴ്സുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ടെർമിനൽ കോഴ്സസ് എന്ന് പറയാം. അവിടെ അത് അത്ര ജോബ് ഓറിയന്റഡ് അല്ല, കൂടുതൽ ഹയർ സ്റ്റഡി ഓപ്ഷൻസും കുറവാണ്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത് കണ്ടത്. ഒന്ന് പാരാമെഡിക്കൽ ഡെവലപ്പിംഗ് കോഴ്സസ്, മറ്റൊന്ന് ടെർമിനൽ കോഴ്സസ്, മറ്റൊന്ന് പ്രാക്ടീസിംഗ് കോഴ്സസ്, പ്രാക്ടീസിംഗ് കരിയേഴ്സ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞു ഇതിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടത്തുന്നത് LBS സെന്റർ ആണ്. ഈ സൈറ്റ് അഡ്രസ് എല്ലാവരും എഴുതിയെടുക്കുക, ആരും എഴുതാണ്ടിരിക്കരുത്. ഇനി എല്ലാ സൈറ്റിലും ഞാനിത് ഇത് ടൈപ്പ് ചെയ്ത് ഞാൻ ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. www.lbscenter.kerala.gov.in. ഇനി ഇതിന്റെ ആദ്യത്തെ BSc നേഴ്സിംഗിനെ കുറിച്ച് പറയുമ്പോൾ ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം തൊഴിലുകൾ ഉള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഈ മേഖലയിലാണ് എന്ന് നിങ്ങൾക്കറിയാം. ആതുര സേവന രംഗത്തെ കാരുണ്യത്തിന്റെ മുഖമാണ് നേഴ്സിംഗ് എന്ന ജോലി. നവജാത ശിശുവിന്റെ കണ്ണ് തുറപ്പിക്കുന്നത് മുതൽ അവസാനം കണ്ണു തിരുമ്മി അടയ്ക്കുന്നത് വരെ നേഴ്സുമാരാണ്. അതെല്ലാം നിങ്ങൾക്കറിയാം. ഇവരുടെ ജോലിയെക്കുറിച്ചും അതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില സോഫ്റ്റ് സ്കില്ലുകൾ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്ന് പറയും, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വേണം. അല്ലാത്ത ഈ വഴിക്ക് പോകരുത്. ചില ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ട്, BSc നേഴ്സിംഗ് കഴിഞ്ഞു,
അവരുടെ ജോലിയെ കുറിച്ച് ഞാൻ ഒട്ടും പറയും, നിങ്ങൾക്ക് അറിയാം അവരുടെ ജോലി. നിങ്ങൾ ആശുപത്രിയിൽ പോയിട്ടുണ്ട്, അവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നിങ്ങൾക്ക് അറിയാം, അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ ആ കരിയറിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് വേണം. അല്ലാത്തൊരു വഴിക്ക് പോകരുത്. വെറുതെ കാശ് കൊണ്ട് കളയാന്ന് മാത്രമേ. നല്ലോണം ആശയവിനിമയം നടത്താനുള്ള കഴിവ് വേണം, രോഗികളെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം, അവരെ ശരിക്കും അറ്റൻഡ് ചെയ്യാനുള്ള സമയം, ടൈം മാനേജ്മെന്റ്, സെൻസ് ഓഫ് ഹ്യൂമർ വേണം. എല്ലാം മുഖം വീർപ്പിച്ചുകൊണ്ടാണെന്നാലും കാര്യം നടക്കില്ല. ഇതൊന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ്, രക്ഷപ്പെട്ടു പോകും. പലരൊക്കെ നമ്മൾ ചില ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടില്ല, ചില ഡോക്ടർമാരെ കണ്ടാൽ നമ്മുടെ രോഗം അപ്പം മാറും. പക്ഷെ ചിലവരെ കണ്ടാൽ നമ്മുടെ രോഗം വീണ്ടും കൂടും, വീണ്ടും പ്രശ്നം കൂടും. നമ്മുടെ ചില ഡോക്ടർമാരെ കണ്ടാൽ എമ്പതി, ലീഡർഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ കരിയറിലേക്ക് നീങ്ങാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ പഠിച്ച് കാശൊക്കെ കളയാന്ന് മാത്രമേ ഉള്ളൂ. നേഴ്സിംഗ്, ANM ഉണ്ട്, ഇതിന്റെ ഡിവിഷൻസ് ANM, GNM, പിന്നെ BSc നേഴ്സിംഗ്. ഓരോന്നും പറഞ്ഞു തരാം കേട്ടോ. GNM അതിന്റെ താഴെയാണ് BSc നേഴ്സിംഗ്. ഇനി അടുത്തത് BSc നേഴ്സിംഗ്. രണ്ടും കൂടിയുള്ള വ്യത്യാസം കണ്ടില്ല. BSc നേഴ്സിംഗ് പോസ്റ്റ് ബേസിക്, ദെൻ BSc നേഴ്സിംഗ്. then അടുത്തത് വീണ്ടും MSc നേഴ്സിംഗ് ഉണ്ട്, MPhil ഉണ്ട്, then PhD ഉണ്ട്. നേഴ്സിംഗിന് ANM, then GNM, അതുപോലെ തന്നെ BSc നേഴ്സിംഗ്, BSc നേഴ്സിംഗ് പോസ്റ്റ് ബേസിക്, MSc നേഴ്സിംഗ്, MPhil, PhD. അങ്ങനെ പോകും. നമുക്ക് എന്തിനും പഠിക്കാൻ കേട്ടെ, ഏത് വേണമെങ്കിൽ പഠിക്കാം. അപ്പൊ നേഴ്സിംഗ് കഴിഞ്ഞാൽ നമുക്ക് BSc നേഴ്സിംഗ് പഠിക്കാം, BSc നേഴ്സിംഗ് കഴിഞ്ഞാൽ MSc, MPhil, PhD. നേഴ്സിംഗ് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോകാം, GNM പഠിക്കാം. GNM കഴിച്ചിട്ട് പോസ്റ്റ് നേഴ്സിംഗ്, BSc നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് പഠിക്കാം. ഇനി നേഴ്സിംഗ് കഴിഞ്ഞിട്ട് നേരെ ANM എന്ന് പറയും. ANM ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫറി എന്ന് പറയും. നമുക്ക് ഓരോന്നൊന്ന് നോക്കാം. BSc നേഴ്സിംഗ്, BSc MLT, BSc ഒപ്റ്റോമെട്രി കോഴ്സുകൾ പഠിക്കുവാനുള്ള ക്വാളിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. +2 or is equivalent, should have separate minimum marks for physics and chemistry and biology, and 50% marks in physics, chemistry, biology and English put together. അതായത് വേറെ ഒന്നല്ല, VHSCക്ക് 50% മാർക്ക് വേണം. ഏതെല്ലാം വിഷയങ്ങളിൽ? ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം, ബയോളജി വേണം, ഇംഗ്ലീഷ് വേണം. ഇത് അപേക്ഷ കൊടുക്കുവാനുള്ള ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. അവിടെ പഠിക്കാൻ വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ അല്ല, അപേക്ഷ കൊടുക്കാം. അവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ യാതൊരു സംശയവുമില്ല 92% മുകളിൽ മാർക്ക് വേണം. ഈ തവണത്തെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോ ആദ്യം കാണുന്നവർക്കൊക്കെ 100%. 100%കാരാണ് ആദ്യം വന്നേക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്റെ ഒരു സ്ലൈഡിൽ പറഞ്ഞു, കഠിന പ്രയത്നം വേണം. അപ്പൊ യാതൊരു എൻട്രൻസ് പരീക്ഷയില്ല, PSSCയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നു. ഏറ്റവും കൂടുതൽ മാർക്കുള്ളവർക്ക് അവര് ആദ്യം കൊടുക്കും. ഈ മാർക്കിന്റെ കൂടെ ചില നോർമലൈസേഷൻ നടത്തും, മാർക്കിന്റെ ക്രമീകരണം നടത്തും. ചില വിഷയങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ കൂട്ടി ക്രമീകരണം നടത്തി അവരൊരു ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടത്തുന്നത്. അപേക്ഷിക്കാൻ 50% മാർക്ക് മതി. ഞാൻ താഴെ പെർഫ്യൂഷൻ ടെക്നോളജി ആൻഡ് കാർഡിയോസ്കുലർ ടെക്നോളജി BPT കോഴ്സുകൾക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ അവിടെ ഇംഗ്ലീഷ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഷുഡ് ഹാവ് സെപ്പറേറ്റ് മിനിമം പാസ് മാർക്ക് ഫോർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് 50% മാർക്സ് ഇൻ ബയോളജി സെപ്പറേറ്റ്. അടുത്തത് BASLB, അവിടെ 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ്, ഇവിടെ ശ്രദ്ധിക്കണം, 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രിയിലോ, ബയോളജിയിലോ, മാത്തമാറ്റിക്സിലോ, കമ്പ്യൂട്ടറിലോ, സ്റ്റാറ്റിയിലോ, ഇലക്ട്രോണിക്സിലോ, സൈക്കോളജിയിലോ മതി. ഇനി അതുപോലെ BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, BOT. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇത് BSc നേഴ്സിംഗിനെ കുറിച്ച് അത് ആദ്യം പറഞ്ഞ BSc നേഴ്സിംഗ് നമ്മൾ ആദ്യം പറഞ്ഞു. ഈ കോഴ്സുകളെ കുറിച്ച് നമുക്ക് അറിയുന്നതിന് നമ്മൾ ഈ LBS സെന്ററിന്റെ സൈറ്റിൽ പോകണം എന്ന് പറഞ്ഞു. ഈ LBS സെന്ററിന്റെ സൈറ്റിൽ നമ്മൾ പോകുമ്പോൾ അവിടെ അതിന്റെ പ്രോസ്പെക്ടസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് അതിന്റെ പ്രോസ്പെക്ടസ്. ഇതൊക്കെ ചുമ്മാ ഇരുന്നൊന്ന് വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഈ കൊല്ലത്തെ പ്രോസ്പെക്ട് ഇതുപോലെ തന്നെയായിരിക്കും അടുത്ത കൊല്ലം. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഞാനീ പറഞ്ഞത് ഞാനിത് വായിച്ച് പ്രിപ്പയർ ചെയ്യാനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ ആ LBS സെന്ററിന്റെ സൈറ്റിൽ പോവുക,
അതിന്റെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും, ഓരോ കാര്യങ്ങളും മനസ്സിലാവും. ഇതില് ഞാനിപ്പോ പെട്ടെന്ന് ഞാൻ കാണിച്ചു പോയതും ഇത് പറയാത്ത കാര്യങ്ങളെല്ലാം ഇതിലുണ്ടാവും. കണ്ട കോഴ്സുകൾ 10 ഉണ്ട്. കണ്ട BSc നേഴ്സിംഗ്, മെഡിക്കൽ ലബോറട്ടറി, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ താഴത്തേക്കുണ്ട്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് താഴത്തേക്കുണ്ട്. ഇനി ഞാനിത് വീണ്ടും ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഇതിന്റെ സീറ്റുകൾ, ജാതി സംവരണം ഞാൻ പറഞ്ഞു. ഇതിന്റെ 50% സീറ്റുകളാണ് ഗവൺമെന്റ് കോളേജുകളിൽ, EWS കോട്ട, പിന്നെ അതുപോലെ ഈഴവ, മുസ്ലിം, അതർ ബാക്ക്വേർഡ്, ഇതിനൊക്കെ സീറ്റുകൾ സംവരണമുണ്ട്. ഇനി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കൂടാതെ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളുണ്ട് ഇത് പഠിപ്പിക്കുന്ന. അതായത് അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് നിങ്ങൾ ഇതുപോലെ എടുത്ത് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കണം. ഈ BSc നഴ്സിംഗ് പഠിപ്പിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ 2 സൈറ്റ് അഡ്രസ്സിലൂടെയാണ് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ അപേക്ഷ ക്ഷണിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിന്റെ പകുതി ശതമാനം സീറ്റുകൾ LBSലൂടെയാണ് നികത്തുന്നത്. 100 സീറ്റ് നമ്മൾ ഇതിലുള്ള ഒരു കോളേജിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ഉദാഹരണമായിട്ട് പെരുമ്പാവൂരിൽ തന്നെയുള്ള സാൻജോ ഹോസ്പിറ്റലില് 100 സീറ്റ് BSc നേഴ്സിംഗിനുണ്ടെങ്കിൽ ഈ 50% സീറ്റ് നികത്തുന്നത് LBSലൂടെയാണ്. അതിന് മെറിറ്റ് സീറ്റ് എന്ന് പറയും. മാനേജ്മെന്റ് കോട്ട സീറ്റുകളാണ് ഈ 2 സൈറ്റിലൂടെ അവർ നികത്തുന്നത്. അപ്പൊ ഇതില് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള, www.pncmak.org, ഇതാണ് ഒരു സൈറ്റ് അഡ്രസ്. ഇനി ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, അവരുടെ സൈറ്റ് അഡ്രസ് ഇതാണ്, www.amcsfnck.com. ഇത് 2 എഴുതിയെടുക്കണം. അപ്പൊ നമ്മള് LBS സെന്ററിലൂടെ ചിലപ്പോൾ നമുക്ക് കിട്ടും. മാർക്ക് കുറവുള്ളവര് ഇതിലൂടെ അഡ്മിഷൻ പ്രതീക്ഷിക്കുക. LBS സെന്ററിൽ മാർക്ക് കൂടുതലുള്ളവർക്ക് കിട്ടും, കുറച്ച് മാർക്ക് കുറവുള്ളവർക്ക് ഇതിലൂടെ കിട്ടും. അപ്പൊ ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ VHSC +2 മാർക്ക് വളരെ കുറവാണെങ്കിൽ കേരളത്തിന് പുറത്ത് കർണാടക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പഠിക്കുവാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കണം. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞു. ഇപ്പൊ ഇനി ഈ സ്ഥാപനങ്ങൾ, ഇതിന്റെയൊക്കെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്, അതും ഇതുപോലുള്ള ഈ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഗവൺമെന്റ് കോളേജുകൾ, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഞാനിതെല്ലാം നോക്കിയാണ് ഞാനും പഠിക്കണേ. ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം, ദെൻ എറണാകുളം. അവിടെ എന്തോരം സീറ്റുകളുണ്ട്. അവിടുത്തെ ഫീസ് ഒരു വർഷം, കഴിഞ്ഞ വർഷം 22,070 ആയിരുന്നു. ഇത് നേരെ താഴേക്ക് വരുമ്പോൾ ഞാനിത് അടുത്തത് താഴേക്ക് ഇതിന്റെ പ്രൈവറ്റ് കോളേജുകളൊക്കെ ഉണ്ട്. ഓരോ ജില്ലയിലുള്ള പ്രൈവറ്റ് കോളേജുകളൊക്കെ ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് തിരുവനന്തപുരം, അവിടെ ഫീസ് ഉണ്ട് 63,500 ആവും. സ്പെഷ്യൽ ഫീസ് 17,000 ഉണ്ട്. അങ്ങനെ നമ്മുടെ എറണാകുളം ജില്ലയൊക്കെ ഇതിലുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് എറണാകുളം ജില്ലയിലെ കോളേജുകളൊക്കെ LBS സെന്ററിലൂടെ നികത്തുന്നത്. LBS സെന്ററിന്റെ സൈറ്റാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ എറണാകുളത്തൊക്കെ കണ്ടോ, കാർമൽ കോളേജ് ഓഫ് ആലുവയിലെ ഫീസ് ഉണ്ട്, എത്ര സീറ്റ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ, ഇന്ദിരാഗാന്ധി, ഓരോ ഇതുണ്ട്. അപ്പൊ ഇത് നമ്മളൊന്ന് ഇതിലേക്ക് താല്പര്യമുള്ളവര് ഇതെല്ലാം എടുത്തൊന്ന് വായിച്ച് നോക്കണം. ഇനി ഇതൊന്നും കണ്ടില്ലേ എന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചുതരാം കേട്ടോ. പിന്നെ വിളിച്ചാണെങ്കിൽ വാട്സപ്പിൽ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അയച്ചുതരാം. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ 3 കാര്യങ്ങളാണ് നേഴ്സിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഒന്ന് LBS സെന്റർ, ഒന്ന് പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ, മറ്റൊന്ന് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നേഴ്സിംഗ് കോളേജ്. 3 സൈറ്റ് അഡ്രസ്സുകൾ എഴുതിയിടുക. 3ലേക്ക് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നല്ല പറയുന്നത് കേട്ടോ. 1-2 കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അവർക്ക് കുറച്ച് സീറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെടുന്നവർക്കൊക്കെ ഉണ്ടാവും. ഓക്കെ, ഈ കാര്യം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ മനസ്സിലായി. ഇനി ഈ സൈറ്റിൽ പോവുകയാണെങ്കിലും ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇവരുടെ കാര്യങ്ങൾ ഒന്നും കൂടി പറയാണ്, ഈ 2 സ്ഥാപനങ്ങളിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലെ BSc നഴ്സിംഗ് പോലെയുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള പകുതി ശതമാനം സീറ്റുകളും നികത്തുന്നത് LBS സെന്റർ. ഓക്കെ, ഇനി മറ്റൊരു സ്ഥാപനം നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥാപനമാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. ഇവിടുത്തെ 50% സീറ്റുകൾ നമ്മുടെ LBSലൂടെ നിർത്തുമ്പോൾ 50
50% സീറ്റുകൾ അത് ആശുപത്രി എവിടെയൊക്കെ നോക്കണം. മലമ്പുഴ SIMET കോളേജ് ഓഫ് നഴ്സിംഗ്, മലമ്പുഴ, പാലക്കാട്, കാസർഗോഡ് ഉദുമ, എറണാകുളം പള്ളുരുത്തിയിൽ ഒരു ആശുപത്രി ഉണ്ട്, തിരുവനന്തപുരത്തുള്ള മുട്ടത്തറ ഒരു ആശുപത്രി ഉണ്ട്. അപ്പൊ അവിടുത്തെ നമുക്ക് അപേക്ഷിക്കാം. അതിന്റെ സൈറ്റ് അഡ്രസ് ഇതാണ്: https://simet.kerala.gov.in. ഇവിടുത്തെ 100 സീറ്റിൽ 50% LBS വഴിയാണ് പോകുന്നത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. ഇനി അടുത്തത് നമുക്ക് കോട്ടയത്ത് ഒരു സ്ഥാപനമുണ്ട്, സിപ്പാസ് എന്ന് പറയും, സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. അവിടെ നമുക്ക് BSc നഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ട്, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി ഉണ്ട്, പോസ്റ്റ് ബേസിക് BSc ഡിഗ്രി നഴ്സിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള കോഴ്സുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് അപേക്ഷ കൊടുക്കാം. സൈറ്റ് അഡ്രസ് താഴെ കൊടുത്തിരിക്കുന്നു: www.sipas.ac.in. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രോസ്പെക്ടസ് ഒന്ന് വായിക്കുമ്പോൾ ഇത് എവിടെയെല്ലാം ഉണ്ട്. ഇപ്പൊ പുൽപ്പള്ളി ഉണ്ട്, പുതുപ്പള്ളിയിലുണ്ട്, നമ്മുടെ അങ്കമാലി ഉണ്ട്. അപ്പൊ അവിടെയുള്ള പഞ്ചായത്തുകളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഒരു റിസർവേഷൻ ഒക്കെ കിട്ടും. ഫീസൊക്കെ നമ്മൾ നോക്കണം. ഫീസ് നമ്മൾ ഈ സൈറ്റിൽ അപേക്ഷിക്കുമ്പോൾ ഇത്തിരി കൂടുതലൊക്കെയാണ്. ഇതിലും 50% സീറ്റുകൾ LBS-ലൂടെയാണ് നികത്തുന്നത്. ഈ BSc നഴ്സിംഗ് 4 വർഷമാണ്, 12 മാസം അതിന്റെ കമ്പൾസറി നഴ്സിംഗ് ഇന്റേൺഷിപ്പ് ഉണ്ട്. BSc MLT 4, പ്രൊഫഷൻ ടെക്നോളജി 4, ഒപ്റ്റോമെട്രി 4, BPT 4, BASLP 4, BCVT 4, BSc മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി 4 വർഷം, ഡയാലിസിസ് 4 വർഷം, ഒക്കുപേഷണൽ തെറാപ്പി ഒക്കെ 4 വർഷമാണ് അതിന്റെ പാരാമെഡിക്കൽ കോഴ്സസിന്റെ കാലാവധി. 4 ഒരു കൊല്ലം 5 വർഷം കൂടിയാണ് BSc നഴ്സിംഗ് പാസ്സാകാൻ സാധിക്കുക. ഇത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ നേഴ്സിംഗിന് ചേരുന്നതിന് മുമ്പ് സ്ഥാപനത്തിനും നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമിനും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ വളരെ ഫീസ് ഈ മാർക്കൊക്കെ കുറവുള്ള വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തൊക്കെ പോയി പഠിക്കാൻ പോകുമ്പോൾ ആ പഠിപ്പിക്കുന്ന ആ സ്ഥാപനത്തിന് അവരുടെ പ്രോഗ്രാമിന് നേഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഈ സൈറ്റ് അഡ്രസ് എഴുതിയിരിക്കേണ്ടവർ www.indiannursingcouncil.org. അപ്പൊ ഈ സൈറ്റ് അഡ്രസ്സിൽ അംഗീകൃത സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് കിട്ടും. അപ്പൊ നമ്മളൊക്കെ പുറത്ത് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ അംഗീകാരം നമ്മൾ പരിശോധിക്കണം. ഇനി നമ്മുടെ കേരളത്തിലാണെങ്കിൽ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ ഉണ്ട്, KNMC എന്ന് പറയും. അപ്പൊ കേരളയിൽ മാത്രമാണ് നമ്മുടെ രജിസ്ട്രേഷൻ ആണ് നമുക്കുള്ളതെങ്കിൽ കേരളത്തിൽ മാത്രമാണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം നമ്മൾ മേടിക്കണം. സംസ്ഥാന കൗൺസിലിന്റെ മാത്രം അംഗീകാരമുള്ള പ്രോഗ്രാം ജയിച്ചാൽ സംസ്ഥാനത്തിന് പുറത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയില്ല. ആ കാര്യം മനസ്സിലാക്കണം. കേരളത്തിന് പുറത്തു പോകുന്നവര്, അപ്പൊ ഞാനൊക്കെ വളരെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്, ഈ കേരളത്തിന് പുറത്ത് ഈ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിച്ചവരെ കൊണ്ടുപോയി BSc നഴ്സിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ചില സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ കാണാറുള്ള കാര്യമാണ്. കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ആയിരിക്കും അവർ പഠിച്ചിരുന്നത്. അവരെ കൊണ്ടുപോയി കേരളത്തിന് പുറത്തു കൊണ്ടുപോയി BSc നഴ്സിംഗ് പഠിപ്പിക്കും. അവർ തിരിച്ച് ഇവിടെ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലൊരു സർക്കാർ സ്ഥാപനങ്ങളിൽ ഒന്നും ജോലി കിട്ടില്ല. അങ്ങനെ ജോലി കിട്ടുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത സയൻസ് പഠിച്ചിരിക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് പിന്നെ ആകെയുള്ള ഒരു ജോലി കിട്ടുന്നത് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലായിരിക്കും. അവിടെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ 6 കാര്യങ്ങൾ ഒരു ജോലിയിൽ നിന്നും ഉണ്ടാവുകയില്ല. അവ പുറത്തൊക്കെ പോയി പോകുന്നവര് ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇപ്പൊ ഈ വർഷം കർണാടകയിലൊക്കെ ഒരു നഴ്സിംഗ് കോഴ്സിന് പ്രോഗ്രാമില് ഒരു 4.25 ലക്ഷം രൂപ മുതലാണ് അവര് ഫീസ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞത്. 4.25 മുതൽ 8 ലക്ഷം രൂപ വരെയൊക്കെ. അപ്പൊ ഫീസ് കുറയുന്തോറും, തമാശയ്ക്ക് പറയുകയാണെങ്കിൽ ഫീസ് കുറയുന്തോറും അവിടുത്തെ ഭക്ഷണം, അവിടെ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തിലെ സാമ്പാറില് വെള്ളം കൂടിക്കൊണ്ടിരിക്കും. ഒരു മുറിയിൽ 5 പേരെയൊക്കെ ചിലപ്പോൾ കിടത്തും. ഫീസ് കുറയുമ്പോൾ 4.25 പഠിക്കാൻ പോകുമ്പോൾ ഫീസ് കൂടുന്നവരും ഒരു മുറിയിൽ 3 പേരൊക്കെ ഉണ്ടാവും. ആദ്യം നല്ല അരിയില് ചോറ് കിട്ടും, പിന്നെ ഫീസ് കുറയുമ്പോൾ റേഷൻ അരിയൊക്കെ ആയിരിക്കും. എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മള്
കേരളത്തിന് പുറത്തൊക്കെ നമ്മൾ അഡ്മിഷൻ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികളോടൊക്കെ ചോദിച്ച് എങ്ങനെയുണ്ട് അവിടുത്തെ പ്രോഗ്രാമുകൾ, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ഫുഡിന്റെ കാര്യമൊക്കെ അന്വേഷിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ അവരായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഹോസ്പിറ്റലിന്റെ ബെഡിന്റെ എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിലതിൽ ചിലപ്പോൾ 50 ബെഡ് ഉണ്ടാവും, 50 ബെഡുള്ള ഒരു ആശുപത്രി ആയിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടില്ല. ചിലതിൽ കൂടുതൽ 200 ബെഡൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അടുത്തത് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. ഈ പ്രോഗ്രാം നമുക്കറിയാം ശ്രവണ സംസാര വൈകല്യമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുകയും ആശയവിനിമയം നടത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കോഴ്സാണ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. ഇത് മറ്റൊരു സ്ഥാപനത്തിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, ഇത് മൈസൂരാണ് ഈ സ്ഥാപനം. ഇവർക്ക് അവരുടേതായ ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിയോ മാത്സോ കമ്പ്യൂട്ടറോ സ്റ്റാറ്റിയോ ഇലക്ട്രോണിക്സോ സൈക്കോളജിയോ ഒക്കെ പഠിക്കുന്നവർക്ക് ഈ എൻട്രൻസ് പരീക്ഷ എഴുതി ഇവിടെ പഠിക്കാൻ പറ്റും. ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അനവധി കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അടുത്തത് GNM ഉണ്ട്, ജനറൽ നേഴ്സിംഗ്. അതുപോലെ ANM ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, അത് നമുക്കൊന്ന് നോക്കാം. ANM ഓൺലി ഫോർ ഫീമെയിൽ സ്റ്റുഡൻസിനുള്ള ഒരു കോഴ്സാണ്. എനി +2, ഏതെങ്കിലും +2 പഠിച്ചാൽ നമുക്ക് ഇത് പഠിക്കാൻ പറ്റും. എനി +2 എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കോഴ്സിന് എനി +2 പഠിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് 2 വർഷം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി, ഇക്കണോമിക്സോ പൊളിറ്റിക്കൽ സയൻസോ, ഹിസ്റ്ററി, ജോഗ്രഫി, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഹോം സയൻസ്, സോഷ്യോളജി, സൈക്കോളജി, ഫിലോസഫി ഏതെങ്കിലും പഠിച്ചുള്ളവർക്ക് നമുക്ക് ഇതിന് പഠിക്കാൻ പറ്റും. ANM ഇത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഒന്ന് തിരുവനന്തപുരമുണ്ട്, കോട്ടയം, പാലക്കാട്, കാസർഗോഡ്. ANM. അപ്പൊ അതിന്റെ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കണം. താഴെ www.dhs.kerala.gov.in ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് എന്നാണ്. www.dhs.kerala.gov.in. അടുത്തത് നേഴ്സിംഗ് കോഴ്സുകളാണ്. ഇത് 3 വർഷത്തെ ഒരു കോഴ്സാണ്. ഇതാണ് ഞാൻ ആദ്യം കാണിച്ചത്. GNM കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് ബേസിക് BSc പോസ്റ്റ് ബേസിക് നമുക്ക് ചെയ്യാൻ പറ്റും. BSc പോസ്റ്റ് ബേസിക് ചെയ്യാൻ പറ്റും. ഇത് 3 വർഷത്തെ ഒരു കോഴ്സാണ്. അപ്പൊ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഫീസ് ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. സ്റ്റൈപ്പൻഡ് ഒക്കെ ഇങ്ങോട്ട് കിട്ടും ഈ കോഴ്സ് പഠിക്കാൻ ചേർന്നാൽ. ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ അവരോടൊക്കെ നമ്മളിങ്ങനെ സംശയം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ BSc നേഴ്സിംഗ് കഴിഞ്ഞ് നമുക്ക് വിദേശത്തെ അനവധി അവസരങ്ങളുണ്ട്. പക്ഷെ GNM കഴിഞ്ഞാൽ അത്ര അവസരങ്ങൾ അവരവിടെ കൊടുക്കുന്നില്ല. കാരണം ഇത് 3 വർഷത്തെ കോഴ്സാണ്. അവർക്ക് 4 വർഷത്തെ കോഴ്സ് പഠിച്ചവർക്കാണ് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നു. പിന്നെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി, ഇത് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ കോഴ്സ്. എങ്ങനെയായാലും ഈ കൊല്ലം ഇത് വിളിച്ചിട്ടുണ്ടായി. ഇപ്പൊ അടുത്ത കൊല്ലത്തെ കാര്യം എനിക്ക് അറിയില്ല. അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ കോഴ്സ് എന്നൊക്കെ ഈ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ ഒരു പ്രസ്താവനയിലൊക്കെ കണ്ടിരുന്നു. പക്ഷെ ഈ കൊല്ലം വിളിച്ചിട്ടുണ്ടായി. അതിന് 40% മാർക്കുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാം. വളരെ ഫീസ് കുറവാണ്. ഇത് നമുക്ക് ഓൺലൈനിലൂടെ അതാത് ഇപ്പൊ ഈ തിരുവനന്തപുരത്തുള്ളവർക്ക് തിരുവനന്തപുരത്താണ് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. എറണാകുളത്തുള്ളവർ ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ അതാത് ജില്ലക്കാർക്ക് അതാത് ജില്ലയിൽ മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതാത് ജില്ലയിൽ മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സ്ഥാപനങ്ങളാണ് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമായിട്ട് ഈ GNM കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഗവൺമെന്റ് കോളേജ് ഓഫ് തിരുവനന്തപുരത്ത് 30 സീറ്റ് ഉണ്ട് പട്ടികജാതിക്കാർക്ക്, ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട് 30 സീറ്റ് ഉണ്ട്. ഇനി ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയത്ത് പട്ടികവർഗക്കാർക്ക് 30 സീറ്റ് ഉണ്ട്. അതിൽ 20% സീറ്റുകളും ആൺകുട്ടികൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. സൈറ്റ് അഡ്രസ് www.dme.kerala.gov.in. ഒരു കാര്യം പറയാൻ പോയി, ഇങ്ങനെ ഈ BSc അതുപോലെയുള്ള കോഴ്സുകൾക്ക്, നഴ്സിംഗ് കോഴ്സുകൾക്കൊക്കെ ആൺകുട്ടികൾക്കും പ്രവേശനമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് കാണിച്ചത് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകൾ, അവിടെ നമ്മൾ ഇതിന്റെയൊക്കെ അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഒന്ന് ചോദിക്കണം. ആൺകുട്ടികൾക്കും കൂടി എല്ലാ സ്ഥാപനങ്ങളിലൊന്നും പ്രവേശനമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആൺകുട്ടികൾക്ക് ഇവിടെ 20 സീറ്റ്, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പഠിക്കാൻ സാധിക്കും. ഇനി പാരാമെഡിക്കൽ കോഴ്സസുകൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഗവൺമെന്റ് ഞാൻ ആദ്യം പറഞ്ഞു,
അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ആയിട്ട് സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ SPMA എന്ന് പറയും. അപ്പൊ അവരുടെ സൈറ്റ് താഴെയുണ്ട് www.spmaonline.in. BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, ബാച്ചലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ഡിപ്ലോമ ഇൻ ഡയാലിസിസ്, ഒഫ്താൽമിക്, ന്യൂറോ ടെക്നോളജി. ഇതൊക്കെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത് അപ്പൊ ഫീസ് കൂടുതലായിരിക്കും കേട്ടോ. സെൽഫ് ഫിനാൻസിലും പഠിക്കാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ GNM കഴിഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ വളരെ ഫീസ് കുറച്ച് 3 വർഷം പഠിക്കും. അവർക്കാണ് ഈ പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ്. അപ്പൊ അതിന്റെ അപേക്ഷകൾ ക്ഷണിക്കുന്നത് LBS സെന്റർ ആണ്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കഴിഞ്ഞ് GNM കൂടി കഴിഞ്ഞ്. അപ്പൊ GNMത്തിന് 50% മാർക്ക് വേണം കേട്ടോ. 50% മാർക്കും രജിസ്ട്രേഷനും ഉള്ളവർക്കാണ് ഈ പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ് പഠിക്കാൻ സാധിക്കും. ഇതിനൊരു എൻട്രൻസ് പരീക്ഷയാണ്. അപ്പൊ GNM കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ എന്ത് പറ്റും? വർഷം കൂടിക്കൊണ്ടിരിക്കും. BSc നേഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ 4 വർഷം, ഇതാണെങ്കിൽ 3 വർഷം അവിടെ കഴിഞ്ഞ് പിന്നെ ഇതിന്റെ വർഷം കൂടി BScയുടെ ഈ വർഷം കൂടി കഴിയുന്നത്. എല്ലാവർക്കും നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് മിലിറ്ററി നേഴ്സിംഗ്. പെൺകുട്ടികൾക്ക് മാത്രമാണ്, അവര് മാത്രം കേട്ടാൽ മതി കേട്ടോ. മിലിറ്ററി നേഴ്സിംഗ് സർവീസസ്. മിലിറ്ററി നേഴ്സിംഗിന്റെ അപേക്ഷ മിക്കവാറും ഒക്കെ ഒരു ഡിസംബർ മാസങ്ങളിലാണ് വരുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. അപേക്ഷ വരുന്നതൊന്നും ആരും അറിയില്ല, അപേക്ഷിക്കയില്ല. ആദ്യം പറഞ്ഞ BSc നേഴ്സിംഗ് നിങ്ങളുടെ റിസൾട്ട് വന്നാൽ ഉടനടി വരും. റിസൾട്ട് വന്നാലാണ് വരുന്നത്. പക്ഷെ മിലിറ്ററി നേഴ്സിംഗ് വളരെ ആദ്യം വിളിക്കുന്നതാണ്. ഈ കൊല്ലം ജനുവരിയിൽ വിളിച്ചു, എല്ലാ കൊല്ലവും ഡിസംബറിലാണ് വിളിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഫാസ്റ്റ് +2 or equivalent in first attempt with the physics, chemistry, biology and English 50% മാർക്ക് വേണം. അടുത്തത് ഇതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് 148 സെന്റിമീറ്റർ പൊക്കം വേണം എന്നാണ് പറയുന്നത്. അതിനോടനുബന്ധിച്ചുള്ള വെയിറ്റ് വേണം. ഐസൈറ്റ് കറക്റ്റ് ആയിരിക്കണം. ഇതെല്ലാം ശരിയാവുന്നവരെ ഇതിന്റെ സെലക്ഷൻ ആണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. വിൽ ബി കോൾഡ് ഫോർ ആൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടൺ ടെസ്റ്റ് ഉണ്ട്. അതിൽ ജനറൽ ഇംഗ്ലീഷ് ഉണ്ടാവും, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ജനറൽ ഇന്റലിജൻസ്. ഒരു 1.5 മണിക്കൂറുള്ള ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതിന് അപേക്ഷ കൊടുത്ത് ഇതുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവരെ അവര് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ്, കമ്പ്യൂട്ടറിലാണ് കേട്ടത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒരു 1.5 മണിക്കൂർ പരീക്ഷയ്ക്ക്. അത് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ഉണ്ട്. Candidates will be called for interview on the merit and on the basis of written test. അത് അവിടെ വെച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ പരിശോധിക്കും. അവിടെ വെച്ച് അതിന്റെ നമ്മുടെ ഇന്റർവ്യൂവിന്റെ എല്ലാം റിട്ടൺ ടെസ്റ്റിന്റെ ഒക്കെ പെർഫോമൻസ് വെച്ച് മെറിറ്റ് ലിസ്റ്റ് ഇടും. അവിടെ വെച്ച് നമുക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്ന കോളേജുകൾ സെലക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ കോളേജുകൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്, പൂന, കൽക്കട്ട, ബോംബെ, ന്യൂഡൽഹി, ലക്നൗ, ബാംഗ്ലൂർ, ഇവിടെയെല്ലാമാണ് ഇത് പഠിക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് കോളേജുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അത് നടത്തുന്നത് സ്പെഷ്യൽ മെഡിക്കൽ ബോർഡാണ്. അതിൽ അവർ ഫിറ്റ് ഓർ അൺഫിറ്റ് ആണെങ്കിൽ എന്ന് പറയും. ഫിറ്റ് ആണെങ്കിൽ നമുക്കിവിടെ അഡ്മിഷൻ മേടിക്കാം. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോലിയിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. ഒരു ജോലിയിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇത്ര വർഷം ഒരു കോൺട്രാക്ട് ഉണ്ട്. ഇത്ര വർഷം 7 ചിലപ്പോൾ 5 ആയിരിക്കും. അവിടെ ജോലി ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ളവര് സൈറ്റ് അഡ്രസ് എഴുതിയിരിക്കണം. www.joinindianarmy.nic.in. അപ്പൊ ഇതിങ്ങനെ എഴുതിയെടുത്ത കാര്യം നമ്മുടെ എൻട്രൻസ് ടെസ്റ്റിന് തയ്യാറെടുക്കണം. അനവധി പ്രസിദ്ധീകരണങ്ങളെല്ലാം നമ്മളെല്ലാവരും ഇപ്പൊ ആമസോണിലൊക്കെ കയറുന്നവരെ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അവിടെ എല്ലാം കയറിയിട്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്കി. എൻട്രൻസ് ടെസ്റ്റ് ഫോർ മിലിറ്ററി നേഴ്സിംഗ് ഒന്ന് അടിച്ചു നോക്കി. പുസ്തകങ്ങൾ കിട്ടും. അവിടുന്ന് മൊബൈലും അല്ലാതെ ഷൂസും പാൻറ്റും മാത്രമല്ല കിട്ടുന്ന പുസ്തകങ്ങളും ഉണ്ട്. പുസ്തകങ്ങൾ വരുത്തുക, പഠിക്കുക. ഇനി യൂട്യൂബിൽ കയറി നോക്കിയേ. അവിടെ യൂട്യൂബിൽ കയറിയിട്ടൊന്ന് അടിച്ചു നോക്കിയേ. ക്ലാസ്സസ് ഫോർ മിലിറ്ററി നേഴ്സിംഗോ അല്ലെങ്കിൽ മിലിറ്ററി നേഴ്സിംഗ് അടിച്ചു നോക്കിയേ. നല്ല നല്ല ക്ലാസ്സുകൾ വരും. സുഖമായിട്ടിരുന്ന് പഠിക്കാം, ജോലി കിട്ടും. മിലിറ്ററി നേഴ്സിംഗ്. മറ്റൊരു സ്ഥാപനമാണ് ദേശീയ പ്രാധാന്യമുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്.
ഇവിടെ നമുക്ക് നഴ്സിംഗ് പഠിക്കാൻ സാധിക്കും. മറ്റൊരു സ്ഥാപനമാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. അവിടെ അനവധി കോഴ്സുകൾ നടത്തുന്നുണ്ട്, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. മറ്റൊരു സ്ഥാപനമാണ് നിംഹാൻസ് എന്ന് പറയും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ബാംഗ്ലൂർ. അവിടെ നമുക്ക് നേഴ്സിംഗ് അലൈഡ് പ്രോഗ്രാമുകളുണ്ട്. അവിടെയൊക്കെ അവരുടേതായ എൻട്രൻസ് പരീക്ഷകളൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി ആയുർവേദ നേഴ്സിംഗ് ഉണ്ട്, BSc നേഴ്സിംഗ് ആൻഡ് BPharm ആയുർവേദം, MVR മെഡിക്കൽ കോളേജ്, MVR ആയുർവേദ മെഡിക്കൽ കോളേജ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത് നമ്മുടെ LBS സെന്റർ തന്നെയാണ്. അവിടുത്തെ അവർക്ക് ക്വാളിഫിക്കേഷൻ +2 or is equivalent with 50% മാർക്സ് ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇതാണ് അവരുടെ ആവശ്യമുള്ള യോഗ്യത. ആയുർവേദ നേഴ്സും BPharm ആയുർവേദവും പഠിക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യണം. ഈ സൈറ്റ് ആദ്യം പറഞ്ഞ LBS സെന്ററിന്റെ സൈറ്റിൽ പോയിട്ട് പ്രോസ്പെക്ടസ് ഡൗൺലോഡ്, ഞാൻ കാണിച്ചില്ലേ, പ്രോസ്പെക്ടസ് അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ വായിക്കണം. ഇനി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസ് നോക്കാം. ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസ്, പാരാമെഡിക്കൽ കോഴ്സസിനും അപേക്ഷ ക്ഷണിക്കുന്നത് LBS സെന്റർ തന്നെയാണ്. അവിടെ നമ്മൾ ഇവരുടെ സൈറ്റ് അഡ്രസ്സിൽ പോയിട്ട് ഇങ്ങനെ പാരാമെഡിക്കൽ കോഴ്സ്, ഇപ്പൊ ഈ വർഷത്തെ പാരാമെഡിക്കൽ വിളിച്ചിട്ടില്ല, ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. ഇതിന്റെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക. ഇതിന്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാരാമെഡിക്കല് ഇതുവരെ വിളിച്ചിട്ടില്ല, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഈ മെയിൽ പാസ്സായവർക്ക് പോലും അപേക്ഷിക്കാനുള്ളത് ഇതുവരെ അവരുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ ഇപ്പൊ ചിലപ്പോൾ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം വരും. അപ്പൊ ഇത് വളരെ വൈകിയാണ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത കൊല്ലം ഈ സമയത്താണ് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് മാത്രം നമ്മൾ നോക്കിയിരിക്കുക. ഞാൻ ഇന്നലത്തെ എന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി, ഒരു ഗോൾ മസ്റ്റ് ബി സ്പെസിഫിക് എന്ന് പറഞ്ഞു. എസ് ഫോർ സ്പെസിഫിക്, ഒരു പ്ലാൻ മാത്രമായിരിക്കരുത്, ഒരു മുൻഗണനാ ക്രമം ഉണ്ടായിരിക്കണം. ഇത് കിട്ടിയില്ലെങ്കിൽ മറ്റത്. അപ്പൊ ഞാൻ ഒട്ടുമിക്ക മക്കളോടും പറയുന്നത്, ഒരു ഡിഗ്രി പ്രോഗ്രാമിനൊക്കെ അപേക്ഷിക്കുക, എന്നിട്ട് ഇത് വരുമ്പോൾ ഇത് അപേക്ഷിക്കുക, എന്നിട്ട് ഇതിൽ അഡ്മിഷൻ കിട്ടാതെ മേടിക്കുക എന്നാണ് പറയുന്നത്. കാരണം ഇതുവരെ വിളിക്കാത്തതുകൊണ്ട് വളരെ വൈകി വിളിക്കുന്ന ഒരു കാര്യമാണ്. കാരണം BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. അപ്പൊ ആ സമയം നോക്കി നമുക്ക് അപേക്ഷിക്കാം. പാരാമെഡിക്കൽ കോഴ്സസ്, ആ പാരാമെഡിക്കൽ കോഴ്സസിൽ ഡിപ്ലോമ ഇൻ ഫാർമസി BPharm, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കേട്ടിട്ടുണ്ടാവും, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി, റേഡിയോളജിക്കൽ ടെക്നോളജി, ഒപ്താൽമിക് അസിസ്റ്റന്റ് കണ്ണ് സംബന്ധിച്ച്, ഡെന്റൽ പല്ല്, ഡെന്റൽ ഹൈജീനിസ്റ്റ്, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. അറിയാലോ എന്താണ്, ബോധം കെടുത്താനൊക്കെ ഈ ശസ്ത്രക്രിയ നടത്തുന്നതിന് മുമ്പൊക്കെ നമ്മൾ ബോധം കെടുത്തുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് അനസ്തേഷ്യ, ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, അതുപോലെ തന്നെ ഡയാലിസിസ്, എൻഡോസ്കോപ്പി, ഡെന്റൽ ഓപ്പറേറ്റിംഗ് ആൻഡ് റൂം അസിസ്റ്റന്റ്, റെസ്പിറേറ്ററി ടെക്നോളജി. ഏറ്റവും അവസാനം ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ടെക്നോളജി. ഇത് പുതിയൊരു കോഴ്സാണ്, 2019 തുടങ്ങിയതാണ്. ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ സർജിക്കൽ ഉപകരണങ്ങൾ വിശേഷിച്ചും മാലിന്യങ്ങളൊക്കെ നീക്കി ശുദ്ധീകരിച്ച് അണുവിമുക്തമായി സൂക്ഷിക്കുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ടെക്നോളജി. അപ്പൊ അതാണ് ഡിപ്ലോമ കോഴ്സസ്. അപ്പൊ ഇതിന്റെ സൈറ്റ് അഡ്രസ് ഇവിടെ ഉണ്ട്, www.lbscenter.kerala.gov.in. ഇതിലൂടെ നമുക്ക് യാതൊരു പരീക്ഷയില്ല കേട്ടോ, VHSന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ ഇൻ ഫാർമസി പഠിക്കാൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് പാസ്സായിരിക്കണം. ഹെൽത്ത് ഇൻസ്പെക്ടർ 40% മാർക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൊത്തത്തില് 5% മാർക്ക് കുറവുണ്ട്. ഇത് അപേക്ഷിക്കാനുള്ള കേട്ടോ. DPharm, അതുപോലെ തന്നെ DPharm ഡിപ്ലോമ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒഴിച്ചുള്ളത് +2 or equivalent with 40% മാർക്സ് ഇൻ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി, റിലാക്സേഷൻ ഓഫ് 5% മാർക്ക്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 5% റിലാക്സേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അപേക്ഷിക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് ചില റിസർവേഷൻ ഇതിൽ പറയുന്നുണ്ട്. ഞാനിപ്പോ എടുത്ത പ്രോസ്പെക്ടസിൽ, അത് 2020 പ്രോസ്പെക്ടസ് ആണ്. അതിൽ നിങ്ങൾക്ക് VHSCക്കകത്ത് കുറച്ച് റിസർവേഷൻ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കോഴ്സിന്റെ പേര് ആ പഴയ പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പുതിയ പേര് കൊടുത്തിട്ടില്ല. പുതിയ പേര് ഈ കൊല്ലം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി 5% സീറ്റുകളുണ്ട് VHSC പഠിച്ചിട്ടുള്ളവർക്ക്. ഇനി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിക്ക് 2% സീറ്റ് ഉണ്ട്.
2% seat reserved for BHSC with the maintenance and operation of biomedical equipment. ഇനി കാർഡിയോവസ്കുലർ ടെക്നോളജിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി 2% സീറ്റ് അത് പഠിച്ചിട്ടുള്ളത് ECG ആൻഡ് ഓഡിയോമെട്രിക് ടെക്നോളജി പഠിച്ചിട്ടുള്ളവർക്കാണ്. ഇത് നിങ്ങളുടെ പഴയ പേരാണ്. NSQലുള്ള പുതിയ പേരുകൾ വെച്ചുള്ള നോട്ടിഫിക്കേഷൻ ഈ കൊല്ലം വരും എന്ന് വിചാരിച്ചിരിക്കുന്നു. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി ഫാം ഡി എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഫാം ഡി ഇത് ഗവൺമെന്റിൽ പഠിപ്പിക്കുന്നില്ല, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. ഫാം ഡി ഇത് 6 വർഷത്തെ ഒരു കോഴ്സാണ്. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ, ഞാൻ ആദ്യം BPharm പറഞ്ഞപ്പോൾ പറഞ്ഞ അസോസിയേഷൻ തന്നെയാണ് ഇത് പഠിപ്പിക്കുന്നുണ്ട്. അനവധി കോളേജുകളിൽ BPharm പഠിപ്പിക്കുന്നുണ്ട്. മൂവാറ്റുപുഴയുണ്ട്, ചാലക്കുടിയിലൊക്കെ ഉണ്ട്. ഫീസൊക്കെ ഇത്തിരി കൂടുതലാണ്, 14-15 വരും കേട്ടോ, ലക്ഷക്കണക്കാണ് ഓരോ വർഷമല്ല. അപ്പൊ ഇത് പഠിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തില് ഈ കോഴ്സിന് അവസരങ്ങൾ കുറവാണ്. ഉണ്ടാവാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നതല്ലാതെ അവസരങ്ങൾ ഇവിടെ കുറവാണ്. ഇത് പഠിച്ച് നമുക്ക് ഫോറിൻ കൺട്രീസിലേക്ക് പോയാൽ അവസരങ്ങളുണ്ട്, ഇവിടെ അവസരങ്ങൾ കുറവാണ്. അപ്പൊ +2കാർക്ക് നേരിട്ടും ഈ കോഴ്സ് പഠിക്കാം. BPharm കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോഴ്സ് പഠിക്കാം. ഇനി BPharm കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോഴ്സ് പഠിക്കാം. അപ്പൊ ഫാമിലി PB എന്ന് പറയും, പോസ്റ്റ് ബാക്കുലറേറ്റ് എന്ന് പറയും. ഫാമിലി PB എന്ന് പറയും. BPharm കഴിഞ്ഞിട്ടുള്ളവർക്ക്. ഇനി ആയുർവേദ നഴ്സിംഗ്, ആയുർവേദ ഫാർമസി, ആയുർവേദ തെറാപ്പിസ്റ്റ്, ഇതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. എന്ന് പറഞ്ഞാൽ 3 വർഷം ഒന്നല്ല, 1 ഇയർ കോഴ്സ് ഒക്കെയാണ്. ഇത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. ആയുർവേദ നേഴ്സ്, ആയുർവേദ ഫാർമസി, ആയുർവേദ തെറാപ്പിസ്റ്റ്. അപ്പൊ സൈറ്റ് ടെസ്റ്റ് ഇത് ചിലപ്പോൾ എല്ലാ വർഷവും ഒന്നും ഉണ്ടാവുകയൊന്നുമില്ല. ഈ കോഴ്സ് 2 വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും നടത്തുന്നത്. ഈ ഹോമിയോപ്പതി പഠിക്കാം. ഇത് 10ാം ക്ലാസ്സിന് 50% മാർക്കുണ്ടെങ്കിൽ തിരുവനന്തപുരത്തും കോഴിക്കോടുമുള്ള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിലാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി 1 വർഷമാണ്. ഇതിന്റെ അപേക്ഷ ക്ഷണിക്കുന്നത് LBS സെന്ററാണ്. അപേക്ഷ ക്ഷണിക്കുന്നത് ഇനി നമുക്ക് നേഴ്സിംഗ് അതുപോലുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാം. വിദേശ രാജ്യങ്ങളിൽ പോയാൽ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. പലരും അങ്ങനെയാണ് നമ്മൾ BSc നേഴ്സിംഗ് ഒക്കെ കാണുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് പോവുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ PSCയുടെ പരീക്ഷ ഞാൻ ആദ്യം പറഞ്ഞ ലെവലിൽ കൂടെയൊക്കെ പോകണം, വിദേശത്തൊക്കെ പോവാം. യുണൈറ്റഡ് സ്റ്റേറ്റ്, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, ചൈന, ജർമ്മനി, അവിടെയൊക്കെ. ചൈനയ്ക്ക് ഇപ്പോൾ പോകണം. ജർമ്മനി, ഫ്രാൻസ്, സിംഗപ്പൂർ, അയർലൻഡ്, അവിടെയെല്ലാം അനവധി അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഓരോ പരീക്ഷകളൊക്കെ നമ്മൾ പാസ്സാകണം. പല പരീക്ഷകളാണ്. ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, IELTS, TOEFL, അതുപോലുള്ള പരീക്ഷകളൊക്കെ ഉണ്ട്. മറ്റു പരീക്ഷ നിങ്ങൾക്കുള്ളതല്ല. പിന്നെ മറ്റൊരു പരീക്ഷകളാണ് OET എന്ന് പറയും, ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ പരീക്ഷകളൊക്കെ നടത്തുന്നത് നമ്മുടെ ഇംഗ്ലീഷിന്റെ ആ പ്രയോഗങ്ങൾ, അതായത് എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ വായിക്കുന്നു, എങ്ങനെ എഴുതുന്നു, എങ്ങനെ സംസാരിക്കുന്നു, അല്ലാതെ സാഹിത്യം പോലെ പറയാനൊന്നുമല്ല. ഇംഗ്ലീഷ് പ്രാവീണ്യം എന്ന് പറയുമ്പോൾ സാഹിത്യത്തിലെ നൈപുണ്യമല്ല, മറിച്ച് സാധാരണക്കാരനുമായി തട്ടും തടവും കൂടാതെ സംസാരിക്കാനും കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കുവാനുള്ള കഴിവാണ് മുഖ്യമായും ഈ പരീക്ഷകളിലൂടെയൊക്കെ നടത്തുന്നത്. OET എന്ന് പറയും. ഇത് മറ്റൊരു ടെസ്റ്റാണ് PSL ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്. ഓരോ രാജ്യങ്ങളിലും ഓരോ ടെസ്റ്റുകളാണ് അവർ എടുക്കുന്നത്. ഓരോ രാജ്യങ്ങളും ഇപ്പൊ US TOEFL എന്നതാണ്. UK-യിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും IELTS, OET ഒക്കെയാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഓരോ പരീക്ഷകളാണ്. PTE ഈ പരീക്ഷകൾ പോലെ. അപ്പൊ ഈ നേഴ്സിംഗ് കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പരീക്ഷകൾക്കും കൂടി ഒരു തയ്യാറെടുപ്പ് നടത്തണം. എങ്ങനെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വായിക്കണം, അങ്ങനെയാണ് അതിന്റെ തയ്യാറ്. ഇംഗ്ലീഷ് ന്യൂസൊക്കെ ഒന്ന് ഇടയ്ക്ക് കേട്ടാൽ നല്ലതാണ്. ഒന്നും മനസ്സിലാവുകയൊന്നുമില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കേൾക്കുന്നതൊക്കെ നന്നായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പരീക്ഷകൾ കൂടി പാസ്സായി നമുക്ക് വിദേശത്ത് കടക്കാൻ സാധിക്കും. ഈ ഫാർമസിയിലൊക്കെ ഓട്ടോമേഷൻ ഒക്കെ വന്നു തുടങ്ങി. ഓട്ടോമേഷൻ, അതായത് മരുന്ന് എടുത്തു കൊടുക്കണ റോബോട്ടിക്സ് ആയിരിക്കും, നമ്മൾ എടുത്തു കൊടുക്കൊന്നും വേണ്ട. അങ്ങനെയുള്ള ഒരു പടമാണ് അത്, ഓട്ടോമേഷൻ സിസ്റ്റം ഇൻ ദി ഫാർമസി. അതൊക്കെ ഭാവി കാലത്തിലൊക്കെ വരുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടി വരും. റോബോട്ടൊക്കെ പ്രവർത്തിപ്പിക്കാനൊക്കെ നമ്മൾ ഭാവിയിൽ പഠിപ്പിക്കേണ്ട വരും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് ഒരു വൈറ്റ് ബോർഡാണ്. ലൈഫ് ഈസ്
ലൈക്ക് എ വൈറ്റ് ബോർഡ് വിത്ത് മെനി കളേഴ്സ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ബോർഡാണ്. ചോയ്സ് ഈസ് യുവർ ഹൗ ടു പെയിന്റ് ഇറ്റ് ഓർ റിമെയിൻ കളർലെസ് ആൻഡ് ബിക്കം ഫെയ്ഡ്. എങ്ങനെ അതിനെ കളർ ചെയ്യണം, പച്ചയും കൊണ്ടോ മഞ്ഞയും കൊണ്ടോ ചുവപ്പ് കൊണ്ടോ എല്ലാം കൂട്ടിയോ കളർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ലൈഫ് ഈസ് എ വൈറ്റ് ബോർഡ്. അപ്പൊ ഈ പാരാമെഡിക്കൽ കോഴ്സസ് ഞാൻ വീണ്ടും പറയാണ്, ഏറ്റവും കൂടുതൽ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. അതിന് നമ്മൾ കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അത് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്താൽ നമുക്ക് വളരെ ഫീസ് കുറച്ച് നമ്മുടെ മാതാപിതാക്കളുടെ പോക്കറ്റ് കലിയടിപ്പിക്കാതെ നമുക്ക് അത് അവർക്കോടുകൂടി ഇല്ലേ മാതാപിതാക്കളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമുക്ക് ഒരു ജോലിയിൽ എത്തിപ്പെടാൻ സാധിക്കും. നല്ല മാർക്കാണ്. ഈ മാർക്കില്ലാത്തവരോട് ഞാൻ പറഞ്ഞു കേരളത്തിന് പുറത്തൊക്കെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ ഞാൻ പറഞ്ഞു. മിക്കതും LBS സെന്റർ ആണ്. അപ്പൊ എല്ലാത്തിനും അപേക്ഷിക്കണമെന്നല്ല, നമുക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അപേക്ഷിക്കാം. അപേക്ഷ വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ ഒക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിന് ഈ എന്റെ ഒരു ക്ലാസ്സും കേട്ടുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതൊക്കെ കൃത്യസമയത്തൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്ന എല്ലാവരോടും വളരെയധികം നന്ദി ഉണ്ട്. ഓക്കെ, താങ്ക് യു.